എന്നെ വിട്ട് മാറുകയില്ല. എന്നോടുള്ള നിൻ്റെ ദയ വലിയത്. അത് മഞ്ഞുപോലെ പൊഴിയും. പ്രൈസ് ഗോഡ്. മാരി പോലെ അത് പെയ്യും. പ്രൈസ് ഗോഡ്. നമ്മുടെ ഷാജൻ എഴുതിയ പാട്ടാണത്. അനേകരെ അത് ആശ്വസിപ്പിക്കുന്നു, ധൈര്യപ്പെടുത്തുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഏജ് ഹോളിൽ ഒരു മീറ്റിങ്ങിൽ വെച്ചാണ് ആ ആശയം തനിക്ക് ലഭിച്ചത്. അത് പിന്നീട് പാട്ട് ഇന്ന് അനേകം മനോരമ മ്യൂസിക് അത് ഏറ്റെടുത്ത് അത് പ്രസിദ്ധീകരിച്ചു. ഇന്ന് ആ പാട്ട് പാടി നമുക്ക് ആരാധിക്കാനിടയായി തീർന്നു. ഷാജനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ആരാധന നമ്മുടെ ജീവിതത്തിലൊരു പ്രത്യേക ദിവസമാണ്. കാരണം നമ്മുടെ കൂടെ കഴിഞ്ഞ 6 മാസം ഉണ്ടായിരുന്ന ഹിന്ദി ബൈബിൾ ട്രെയിനിങ് സെൻറ്ററിലെ സ്റ്റുഡൻസ് അവരുടെ ഗ്രാജുവേഷൻ ഇന്ന് നടക്കുകയാണ്. ആരാധന കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ്. അതുകൊണ്ട് നിങ്ങളാരും ഓടി വീട്ടിലോട്ട് പോയേക്കല്ലേ. കുറച്ച് സമയം കൂടെ ഇവിടെ ഇരിക്കണം. എന്നിട്ട് അവരുടെ ഗ്രാജുവേഷനിൽ നിങ്ങൾ സന്തോഷിച്ച് അവരെ അഭിനന്ദിച്ച് അവരെ നമ്മൾ അയക്കാൻ പോകുകയാണ്. ഒരു യുദ്ധക്കളത്തിലേക്ക് അവരെ വിടാൻ പോകുകയാണ്. കഴിഞ്ഞ 6 മാസം അല്ല 7 മാസത്തോളം അവർ നമ്മുടെ കൂടെയായിരുന്നു. അവർ നമ്മുടെ ഒരു ഭാഗമായിരുന്നു. അവരിവിടെ വന്ന് നമ്മുടെ കൂടെ ദൈവത്തെ ആരാധിച്ചു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. വേലിയാസേ ഇതും കൂടെ ഒന്ന് അവർ കേൾക്കാനോട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറയുന്നത്. എന്നിട്ട് അതുകൊണ്ട് അങ്ങോട്ട് നടന്നത് എങ്ങനെയാണ്? പ്രൈസ് ഗോഡ്. അപ്പോൾ കഴിഞ്ഞ 6 മാസത്തോളം നമ്മുടെ കൂടെ ഇവരുണ്ടായിരുന്നു. ഇവർ നമ്മളുടെ ഭാഗമായിരുന്നു. ഇപ്പോൾ അവർ വേദാഭ്യാസം കഴിഞ്ഞ് അവരവരവരുടെ ഗ്രാമങ്ങളിലേക്ക് മടങ്ങുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അവർക്ക് ഇവിടെ ലഭിച്ച ഈ ട്രെയിനിങ് പ്രയോജനപ്പെടണം. പ്രൈസ് ഗോഡ്. നമുക്കറിയാം നമ്മളോട് നിന്ന് വരുന്ന വിക്രം, ഗോപാൽ, ദൈവത്തിന് സ്തോത്രം, വീരേന്ദ്ര സിംഗ് തുടങ്ങിയവർക്കൊക്കെ പ്രൈസ് ഗോഡ് വലിയ ശക്തമായ വേലയിലവരായിരിക്കുകയാണ്. എല്ലാവരും ഒരുപോലെ ആയില്ലെങ്കിലും ചിലരൊക്കെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ളൊരു അനുഭവത്തിൽ ആമേൻ. പ്രൈസ് ഗോഡ്. ഇവർ നോർത്ത് ഇന്ത്യയിൽ ചെന്ന് ശക്തമായി പ്രവർത്തിക്കണം. മാത്രമല്ല ഈ വർഷം ചർച്ച് പ്ലാന്റിങ്ങിന് പ്രാധാന്യം നമ്മൾ കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ പല പല സഭകൾ ഇവർ മുഖാന്തരം ഉണ്ടാകണം. നമ്മൾ പൈസ മുടക്കിയത് വെറുതെ ആകരുത്. ലക്ഷക്കണക്കിന് രൂപയാണ് ഇവർക്ക് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്തത്. 1 രൂപ 2 രൂപ അല്ല. പ്രൈസ് ഗോഡ്. അതിനെല്ലാം ദൈവസന്നിധിയിൽ നമുക്ക് കണക്ക് കൊടുക്കണം. അതിനിവർ ഉപയോഗപ്പെടണം. അപ്പോൾ അതുകൊണ്ട് ഇവരുമായി സ്പെൻഡ് ചെയ്യുന്ന ലാസ്റ്റ് ഡേ ആണിന്ന്. ഇത് കഴിഞ്ഞാൽ നാളെ തൊട്ട് ഇവർ പോയി തുടങ്ങും. വെള്ളിയാഴ്ച വരെയുള്ള ട്രെയിനുകളിൽ ഓരോ സ്ഥലത്തേക്ക് ഇവർ പോകും. അടുത്ത ഞായറാഴ്ച ഇവർ നമ്മുടെ കൂടെ ആരാധിക്കത്തില്ല. ഇനി ഇത്രയും പേര് ഒരു കാലത്ത് നമ്മുടെ കൂടെ ആരാധിക്കത്തില്ല. ഇതിൽ 1-2 പേര് വന്നു ഇത്രേ ഉള്ളൂ. ഇത്രയും പേര് ഒരുമിച്ച് നമ്മളെല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഒരു കാലത്തും നമ്മൾ ആരാധിക്കുകയില്ല. പ്രൈസ് ഗോഡ്. അപ്പോൾ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. കൂടാതെ ഇന്ത്യ പൂർണ്ണ സുവിശേഷ ദൈവസഭയുടെ എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായി പ്രവർത്തിക്കുന്ന, ഡയറക്ടറായി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോൺസൺ ഡാനിൽ അവറുകൾ നമ്മുടെ മധ്യേ ഇന്ന് വന്നിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ഈ ഗ്രാജുവേഷൻ സർവീസിനോടനുബന്ധിച്ചാണ്. കൂടാതെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഉച്ച കഴിഞ്ഞ് നമ്മുടെ സ്റ്റേറ്റ് ഓവർസിയർ റവറൻ PJ ജെയിംസ് അവറുകൾ ഇവിടെ വരുന്നുണ്ട്. ഒരു 1 മാക്സിമം 2 മണിക്കൂറുള്ളൊരു ഫംഗ്ഷനാണ് വച്ചിരിക്കുന്നത്. ഇവർക്ക് ഗ്രാജുവേഷൻ കഴിഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മളിവരെ അയക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ അതിന് നിങ്ങളാരും ഭക്ഷണം കഴിഞ്ഞ് പോകല്ലേ. നമുക്കൊന്നിച്ച് ഈ ശുശ്രൂഷയിൽ അനുഗ്രഹിക്കപ്പെട്ട ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണം. പ്രൈസ് ഗോഡ്. ഇന്നത്തെ സങ്കീർത്തനം 25. ഈ സങ്കീർത്തനം നമ്മൾ വായിച്ചാൽ ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 25-ാം സങ്കീർത്തനം. ഇതിനെ 3 ഭാഗങ്ങളായി തിരിച്ച് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. സങ്കീർത്തനങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കണം, നമ്മളെപ്പോലെയുള്ള മനുഷ്യർ, നമ്മളെപ്പോലെയുള്ള വേദനിക്കുന്ന, ദുഃഖിക്കുന്ന, ഭാരപ്പെടുന്ന, കഷ്ടപ്പെടുന്ന, മറ്റുള്ളവർ തള്ളിക്കളഞ്ഞ, മറ്റുള്ളവർ നിന്ദിച്ച, മറ്റുള്ളവർ പരിഹസിച്ച, പ്രൈസ് ഗോഡ്, സാമ്പത്തികമായി തകർന്ന, മാനസികമായി തകർന്ന, കുടുംബം തകർന്ന, തലമുറ തകർന്ന അനുഭവങ്ങൾ കൂടെ എല്ലാം കടന്നുപോയവരാണ് ഈ സങ്കീർത്തനം എഴുതിയത്. പ്രൈസ് ഗോഡ്. ഇതിലേറ്റവും കൂടുതൽ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് ദാവീദാണ്. ദാവീദിനെ നമ്മൾ സ്റ്റഡി ചെയ്താൽ പ്രൈസ് ഗോഡ്, ദാവീദ് ലോകത്തിൻ്റെ എല്ലാ തകർച്ചയിലും വീണവനാണ്, പെട്ടവനാണ്. പ്രൈസ് ഗോഡ്.
പാപത്തിൻ്റെ ഭീകരമായ കരം ഒരിക്കൽ തന്നെ ഇടിച്ചു താത്തി. പ്രൈസ് ഗോഡ്. മാത്രമല്ല ഓരോ സ്ഥാനത്തും എതിർപ്പുകൾ. സ്വന്തം ഭാര്യ മീഖൾ തനിക്ക് അനുകൂലമായിരുന്നില്ല. നിങ്ങൾ വായിക്കുന്നു, ദാവീദ് തള്ളയാടുകളുടെ മേയ്ക്കുന്ന അവസരത്തിൽ നിന്ന് തന്നെ വിളിച്ചു വരുത്തിയ ഈ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പഞ്ഞിനൂലങ്കി ധരിച്ചുകൊണ്ട് രാജവസ്ത്രം മാറ്റിവെച്ചുകൊണ്ട് ആരാധിച്ചപ്പോൾ ആരാ നിന്ദിച്ചത്? ഭാര്യ. പ്രൈസ് ഗോഡ്. തൻ്റെ രാജ്യത്വത്തിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്തത് പ്രജകളിൽ ഒരുവനല്ല, പട്ടാളത്തിൽ ആരുമല്ല, സ്വന്തം മകനാണ്. അവനെ പേടിച്ച്, അബ്ശാലോമിനെ പേടിച്ച് ദേശം വിട്ട് ഓടേണ്ടി വന്നു, അലഞ്ഞ് നടക്കേണ്ടി വന്നു. പ്രൈസ് ഗോഡ്. ഇവിടെ ഇരിക്കുന്ന ഒരു മരുമക്കളെയും മതിലോട് ചേർത്ത് കുത്താൻ ഒരമ്മായിയപ്പനും ഉണ്ടായില്ല. പക്ഷെ ദാവീദിനുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു അമ്മായിയപ്പൻ. മതിലോട് ചേർത്ത് ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, കൊന്നുകളയാൻ. പ്രൈസ് ഗോഡ്. വേറൊരു പ്രാവശ്യം വീട്ടിൽ ആളെ അയച്ചു കട്ടിലോടുകൂടി അവൻ എടുത്തുകൊണ്ട് വരാൻ, കൊല്ലാൻ. പക്ഷേ പ്രൈസ് ഗോഡ് അതെല്ലാം അതിജീവിച്ചു. ഒരു നേരത്തെ ആഹാരമില്ലാതെ ഇരക്കേണ്ടി വന്നു ദാവീദിന്. പല സ്ഥലത്തും ചെന്ന് അന്വേഷിച്ചു, ചോദിച്ചു. പ്രൈസ് ഗോഡ്. എനിക്കും എൻ്റെ ബാല്യക്കാർക്കും വേണ്ടി. പ്രൈസ് ഗോഡ്. അപ്പം അങ്ങനെയുള്ള വിവിധമായ അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയ ദാവീദാണ് ഇത് കൂടുതൽ എഴുതിയത്. പിന്നെ എഴുതിയിരിക്കുന്നത് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ മോശയുടെ ജീവിതത്തിൽ എല്ലാം പ്രതികൂലമായൊരു സാഹചര്യത്തിൽ, ജീവിക്കാൻ പോലും അവകാശമില്ലാത്ത സാഹചര്യത്തിൽ സ്വർഗത്തിൽ ദൈവം പറഞ്ഞു, മോശേ നീ ജീവിക്കണം, എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. പ്രൈസ് ഗോഡ്. ആ മോശയാണ് ഇത് എഴുതിയത്. ദൈവത്തിന് സ്തോത്രം. മോശയ്ക്കെതിരായി അഹരോൻ, മിരിയാം, ജനം മുഴുവൻ, പ്രമാണിമാർ മുഴുവൻ. എന്നിട്ടും മോശ ദൈവത്തിനോട് വിശ്വസിച്ച് ഉറച്ചു നിന്നു. ആ മോശയാണ് ഇത് എഴുതിയത്. ഞാനങ്ങനെ പറയാൻ പോയാൽ ഹല്ലേലൂയ, ഈ സങ്കീർത്തനം എഴുതിയതെല്ലാം നമ്മളെപ്പോലെ കഷ്ടമനുഭവിച്ച മനുഷ്യരാണ്. അപ്പനും അമ്മയും ദൈവത്തോട് മറുതലിച്ചു. കോരഹ്, അബിരാം, ദാഥാൻ ദൈവത്തോട് മറുതലിച്ചു. പക്ഷെ മക്കൾക്ക് മനസ്സിലായി, അപ്പാ ഇത് ശരിയല്ല, ഈ പോക്ക് ശരിയല്ല, പറഞ്ഞിട്ട് എന്നാ കാര്യം. പക്ഷെ ഒടുവിലൊരു ആഹ്വാനം ഉണ്ടായപ്പോൾ ഈ ദുഷ്ടന്മാരോടുകൂടെ നശിക്കാതിരിക്കേണ്ടതിന് ആഹ്വാനം വന്നപ്പം ഓടി മാറി. ദുഷ്ടന്മാരുടെ കൂടാരങ്ങൾ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടമെന്ന് ചിന്തിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് അവർ ഓടി മാറി. അവരും എഴുതി ഇതിനകത്ത്, മാൻ നീർത്തോടുള്ളിൽ ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ യഹോവേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. അപ്പം നമ്മളെപ്പോലുള്ള മനുഷ്യരാണ് ഇത് എഴുതിയത്. പിന്മാറ്റത്തിൽ പോയവരും, വീണ് പോയവരും, കഷ്ടം അനുഭവിച്ചവരും, ദുഃഖം അനുഭവിച്ചവരും, വേദന അനുഭവിച്ചവരും, അങ്ങനെ വിവിധ നിലവാരത്തിലുള്ള ആളുകളാണ് ഇത് എഴുതിയത്. അപ്പോൾ അങ്ങനെയുള്ള ഈ സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതവുമായി ചേർന്നുകൊണ്ട് ഹല്ലേലൂയ പ്രൈസ് ഗോഡ് നമുക്കിതിനെ പഠിക്കണം. സച്ചിൻ ഈ സിസ്റ്റം ശരിയായിട്ടില്ല, അവിടെ നിന്ന് കുത്തിയിരുന്നാൽ പോരാ, വന്നത് ശരിയാക്കി എന്നോട് പറയിപ്പിക്കരുത്. അവിടെ നിന്ന് എഴുന്നേറ്റ് ഇവിടെ വന്ന് നോക്കി ഇതിൻ്റെ കംപ്ലീറ്റ് കറക്റ്റ് ചെയ്യണം. നിബിൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അസിസ്റ്റ് ചെയ്യാം. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഈ അങ്ങനെയുള്ള ഈ സങ്കീർത്തനം നമ്മളിപ്പോൾ പഠിക്കുമ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ അനുഭവമായി ഇതൊന്ന് താരതമ്യപ്പെടുത്തണം. എന്നിട്ട് ബലം പ്രാപിച്ച് നമ്മൾ മടങ്ങിപ്പോകണം, കൃപ പ്രാപിച്ച് മടങ്ങിപ്പോകണം. അതിന് ദൈവം നമ്മെ സഹായിക്കണം. ഈ സങ്കീർത്തനം 3 പഠിക്കുമ്പോൾ 1, 2 വാക്യങ്ങളിൽ പ്രൈസ് ഗോഡ് സങ്കീർത്തനക്കാരനായ ദാവീദിൻ്റെ ആക്ഷനാണ് കാണുന്നത്. പ്രൈസ് ഗോഡ്. ഒരു പ്രവൃത്തി കാണുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വായിച്ചോട്ടെ. യഹോവേ നിങ്കിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. യഹോവേ നിങ്കിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. എന്റെ ദൈവമേ നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു. യഹോവേ എൻ്റെ ദൈവമേ നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു. ദാവീദ് 2 കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. പ്രൈസ് ഗോഡ്. ഈ മോണിറ്റർ ശരിയല്ലാത്ത കേട്ടോ. ദാവീദ് 2 കാര്യങ്ങളാണ് ഇവിടെ ആഗ്രഹിക്കുന്നത്, പറയുന്നത്. 1, ഞാൻ എൻ്റെ മനസ്സ് നിങ്കലേക്ക് ഉയർത്തുന്നു. ഞാൻ പ്രാരംഭമായിട്ട് അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ തന്നെ വിചാരിക്കാതെ ശരിയായ ഒരു ആരാധന ഉണ്ടാകത്തില്ല.
നമ്മൾ വിചാരിക്കണം, യഹോവേ എൻ്റെ മനസ്സ് ഞാൻ ഉയർത്തുന്നു. ഇതെപ്പോഴാണ് പറയുന്നതെന്നറിയാമോ? നമ്മുടെ സങ്കീർത്തനത്തിൽ വായിക്കുന്നു, എൻ്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു. മനസ്സ് ഇടിഞ്ഞിരിക്കുമ്പോൾ നീ അങ്ങോട്ട് വിട്ടുകൊടുത്താൽ പിന്നെയും മനസ്സിടിയും, പിന്നെയും മനസ്സിടിയും, പിന്നെയും മനസ്സിടിയും, ഒടുക്ക നീ മൊത്തമായിട്ടിടിയും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ചിലരുടെയൊക്കെ മുഖത്ത് നോക്കിയാൽ അറിയാം ഇന്ന് വന്ന് കയറിയേക്കുന്നത് മൂഡ് ഔട്ടായിട്ടാണോ അല്ലയോ എന്നുള്ളത്. ഇത് ശരിയാക്കാതെ നിനക്ക് ഗുണമില്ല, രക്ഷയില്ല. ആകാശം ഇടിഞ്ഞു വീണാലും പർവ്വതങ്ങൾ മാറിപ്പോയാലും ഭൂമി കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിൻ്റെ കോപം കൊണ്ട് വെള്ളം ഇരച്ച് കലങ്ങിയാലും ഞാൻ എന്ത് ചെയ്യത്തില്ല. ഈ ഒരു തീരുമാനത്തോടെ ദൈവസന്നിധിയിൽ വന്നാൽ ഗുണമെന്നറിയാമോ? നിന്നെ ഇപ്പോൾ ഇന്ന് രാവിലെ ഭയപ്പെടുത്തിക്കൊണ്ട് നിന്ന പിശാച് നീ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ നിന്റെ അതിർത്തി വിട്ടുപോയിട്ടുണ്ടാകും. ഇന്ന് പകൽക്കാലം അതുപോലെ ധൈര്യത്തോടെ, ഉറപ്പോടെ, ശക്തിയോടെ ദൈവസന്നിധിയിൽ ഇരുന്ന് ഇടിഞ്ഞ മനസ്സിനെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി അവനെ ആരാധിച്ച് ബലപ്പെട്ട് ചെല്ലുമ്പോൾ ഇന്ന് കണ്ട മിസ്രയീമിനെ നീ ഒരു നാളും കാണുകയില്ലെന്ന് പറഞ്ഞ അനുഭവം ഉണ്ടാവും. മോശ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. നീ ഇത് കണ്ട് പേടിക്കല്ലേ. ഫറവോനെ കണ്ട് പേടിക്കല്ലേ, അവൻ്റെ കുതിരയെ കണ്ട് പേടിക്കല്ലേ, അവൻ്റെ രഥങ്ങളെ കണ്ട് പേടിക്കല്ലേ, അവൻ ഉയർത്തിക്കുന്ന പൊടി പടലങ്ങളെ കണ്ട് പേടിക്കല്ലേ, അവൻ്റെ തിളങ്ങുന്ന ആയുധങ്ങളെ കണ്ട് പേടിക്കല്ലേ, കുന്തത്തിൻ്റെ മൊന കണ്ട് പേടിക്കല്ലേ, വാളിൻ്റെ മൂർച്ച കണ്ട് പേടിക്കല്ലേ. ഇന്ന് പകൽക്കാലം ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിന്നെ വിടുവിക്കാൻ ഞാൻ നിന്റെ കൂടെയുണ്ട്. നിനക്ക് മുൻപടയായി, നിനക്ക് പിൻപടയായി ഞാൻ നിന്റെ കൂടെ ഉണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ നേരെ നിൽക്കുന്ന ദുഷ്ട ശക്തികളുടെ മേൽ ജയമെടുക്കത്തക്കവണ്ണം നിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് സ്തോത്രം. യേശുവിന്റെ രക്തം ചെയ്യും. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, വിശ്വാസത്താൽ യേശു എൻ്റെ കൂടെ ഉണ്ടെന്ന് ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. മുൻപടയായി പിൻപടയായി. പ്രൈസ് ഗോഡ്. പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായി ഇസ്രായേൽ മക്കളെ നടത്തിയതുപോലെ പ്രൈസ് ഗോഡ് എന്നെ മുൻപിലും പുറകിലും എനിക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആർക്കാണെന്ന് ദുഃഖമുള്ളത്, ആർക്കാണെന്ന് പ്രയാസമുള്ളത്? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവർക്ക് പറയാൻ സാധിക്കും, ഒരു നദി ഉണ്ട്, അതിൻ്റെ തോടുകൾ അത്യുന്നതിൻ്റെ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിൻ്റെ മധ്യയുണ്ട്, അതുകൊണ്ട് ഞാൻ കുലുങ്ങി പോകത്തില്ല. അധികാലത്തെ ദൈവം എന്നെ സഹായിക്കും. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വിശ്വാസം വർദ്ധിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അധികാലത്തെ എന്നെ ദൈവനെ സഹായിക്കും. The name of Lord Jesus. ഇടിഞ്ഞിരിക്കുന്ന അനുഭവങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. ഇടിച്ച അനുഭവങ്ങൾ ശാസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ മടുപ്പിക്കുന്ന അനുഭവങ്ങളെ ശാസിപ്പിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ മനസ്സ് മടുപ്പിക്കുന്ന ദുഷ്ടപ്രവൃത്തികളെ, ദുഷ്ടന്റെ ശക്തികളെ, ദുഷ്ടന്റെ തന്ത്രങ്ങളെ ഞാൻ ശാസിക്കുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, പത്രോസ് മുങ്ങിയത് എപ്പോഴാ? അവൻ തിര കണ്ട് പേടിച്ചു തുടങ്ങുകയാൽ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവൻ തിര കണ്ട് പേടിക്കാൻ തുടങ്ങിയപ്പോഴാണ് മുങ്ങിത്തുടങ്ങിയത്. ഇന്ന് പകൽ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവൻ തിരമാലകൾ ചുറ്റും 4 വശത്തു നിന്നും തിരമാലകൾ വരുമ്പോൾ അതിൽ നോക്കിയാൽ നീ മടുത്ത് തന്നെ ഇരിക്കും. എന്നാൽ ആ തിരമാലകളെ നോക്കുന്നതിന് പകരം നിന്റെ നേരെ കൈ നീട്ടി നിൽക്കുന്ന നിന്റെ നാഥനായ, നിന്റെ പ്രാണപ്രിയനായ നസ്രയനായ യേശുവിലേക്ക് ഇന്ന് പകൽക്കാലം നോക്കുന്നുവെങ്കിൽ ഈ കടൽ നിന്നെ മുക്കത്തില്ല, ഈ തിരമാല നിന്നെ മുക്കത്തില്ല, ഈ ഓളങ്ങൾ നിന്നെ മുക്കത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇത് എത്ര പറഞ്ഞാലും ചിലർക്കൊരു പ്രയോജനമില്ല. ഈ പണ്ട് ഈ ഈ തണ്ടതിൽ എപ്പോഴും കിട്ടും, മേടിക്കാൻ കിട്ടും, തുള്ളുന്ന പാവ. അതിനെ ശരിക്കും സ്ക്രൂ ചെയ്ത് ഇത് കിട്ടങ്ങ് വെച്ച് കഴിഞ്ഞാൽ തുള്ളാൻ തുടങ്ങും. എത്ര നേരം തുള്ളും? എത്ര പിരിച്ചോ അത്രയും നേരം. ഈ പിരിച്ചതിൻ്റെ ഒപ്പമല്ലാതെ ഒരു തുള്ളൽ കയ്യിലുണ്ടോ? ദൈവം ചെയ്ത നന്മകളെ ഒന്ന് ഓർത്തിട്ട് അകത്തു നിന്നൊരു ആരാധന, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു ആരാധന. ദൈവം വിടിവിച്ച വിധങ്ങൾ, ദൈവം സഹായിച്ച വിധങ്ങൾ, ദൈവം സർവശക്തനാണ്, ഇനിയും സഹായിക്കുമെന്നുള്ള ഉറപ്പ് അത് വേണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ദൈവത്തിന് സ്തോത്രം. ആ ഉറപ്പങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ചെങ്കടൽ കണ്ടാലും തിരമാലകൾ കണ്ടാലും
ഫറവോനെ കണ്ടാലും അവൻ്റെ കുതിരകളെ കണ്ടാലും അവൻ്റെ എല്ലാ ശക്തികളെയും കണ്ടാലും കഴിഞ്ഞ കാലങ്ങളിൽ ഫറവോൻ എത്ര ശക്തിയോടെ വാണു എന്നുള്ളതല്ല ഓർക്കുന്നത്. അതിനപ്പുറത്തായി അവനെ വാഴുന്ന അവനെ നിയന്ത്രിക്കാൻ കഴിവുള്ള, അവൻ്റെ ശക്തിയെ കെടുത്താൻ കഴിവുള്ള 10 അത്ഭുതങ്ങൾ കൊണ്ട് എന്നെ കാണിച്ച് നടത്തിയ സർവശക്തനായ യഹോവയാ ദൈവമുണ്ട്. അവൻ എനിക്ക് വഴി തുറക്കും. ഇന്ന് പകല് അവൻ തിരമാലകളുടെ മധ്യേ, കടലിന്റെ മധ്യേ, എതിർപ്പുകളുടെ മധ്യേ, പ്രതികൂലങ്ങളുടെ മധ്യേ എൻ്റെ ദൈവം എനിക്ക് വഴി തുറക്കും. വിശ്വസിക്കാൻ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? വഴിയൊരുക്കും അവനാഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവനാഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടും, വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടും, വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. നിനക്കാ കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കും. നിനക്കാ കരുതും അവൻ നല്ല ഓഹരി. രോഗങ്ങളാൽ നീ തളരുകയോ, ഭാരങ്ങളാൽ നീ അലയുകയോ, രോഗങ്ങളാൽ നീ വളരുകയോ, ഭാരങ്ങളാൽ നീ അലയുകയോ, അടിപ്പിണരാൽ അവൻ സൗഖ്യം തരും. വചനമയച്ചു നിന്നെ വിടുവിച്ചിടും. അടിപ്പിണരാൽ അവൻ സൗഖ്യം തരും. വചനമയച്ചു നിന്നെ വിടുവിച്ചിടും. നിനക്കാ കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കും. നിനക്കാ കരുതും അവൻ നല്ല ഓഹരി. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാനവും ഭൂമിയും മാറിയുമേ, വചനങ്ങൾക്കൊരു മാറ്റമില്ല. വാനവും ഭൂമിയും മാറിയുമേ, വചനങ്ങൾക്കൊരു മാറ്റമില്ല. നിനക്കാ കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്കിലേക്ക് കർത്താവേ ഞാൻ എൻ്റെ മനസ്സ് എന്ന് പറഞ്ഞാട്ടെ. എന്താ ചെയ്യുന്നു? എത്ര പേര് ഇന്ന് കർത്താവിലേക്ക് മനസ്സ് ഉയർത്താൻ വന്നിട്ടുണ്ട്? അങ്ങനെ മനസ്സ് ഉയർത്തുന്നവർക്ക് ചെയ്യാനൊരു സെക്കൻഡ് സ്റ്റെപ്പ്. അടുത്ത വാക്യം, എൻ്റെ ദൈവമേ നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു. എൻ്റെ ദൈവമേ നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ഈ മനസ്സ് ഉയർത്തുന്ന വ്യക്തി അടുത്ത് ചെയ്യുന്ന പരിപാടി എന്നാ? ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഈ മനസ്സ് ഉയർത്തുന്നതോടുകൂടെ കയ്യും അങ്ങോട്ട് ഉയരണം. കൈ ഉയർത്തിയിട്ട് ആശ്രയിക്കുന്നു എന്ന് പറയുമ്പോൾ അവനെ അങ്ങോട്ട് പിടിക്കണം. കർത്താവിൻ്റെ കരം പിടിച്ചു കഴിഞ്ഞാൽ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പിന്നെ അതേ തൂങ്ങി അങ്ങ് കിടന്നോണം. ഇന്ന് പകൽ എത്ര പേർക്ക് അങ്ങനെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് മനസ്സവൻ ഉയർത്തിച്ചുകൊണ്ട് പൂർണ്ണമായി അവൻ ആശ്രയിച്ചുകൊണ്ട് തുടർന്നുള്ള ദിവസങ്ങൾ, കടന്നുള്ള നാളുകൾ ജീവിക്കാൻ സാധിക്കുമോ? അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ യേശു ശക്തനാണ്. ആമേൻ.
കർത്താവ് കരന്നിട്ട് പിടിച്ചതോടുകൂടി പത്രോസ് താഴോട്ടല്ല പോയത്, പിന്നെ അവിടെ നിന്നു. ഇന്ന് പകൽ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ചെയ്യാവുന്ന പരിപാടി, കർത്താവെ നിങ്കിലേക്ക് ഞാൻ എൻ്റെ മനസ്സുയർത്തുന്നു എന്ന് പറഞ്ഞ് കരം അങ്ങോട്ട് ഉയർത്തി ദൈവത്തിന് സ്തോത്രം, പിന്നെ അങ്ങ് ആശ്രയിച്ച് നിൽക്ക്. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നത് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. പക്ഷേ ഈ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന 2-3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാതെ അനുഭവമാക്കിക്കൊണ്ട് വേണം പോകാൻ. ഇതിൻ്റെ ഈ സങ്കീർത്തനത്തിൻ്റെ പിവട്ട് ഏതാണെന്നറിയാമോ? ഇതിനെ ബേസ് ചെയ്തിരിക്കുന്നത് 10-ാം വാക്യത്തിലാണ്. യഹോവയുടെ നിയമവും സാക്ഷ്യങ്ങളും പ്രമാണിക്കുന്നവർക്ക് അവന്റെ പാതകളൊക്കെയും ദയയും സത്യവുമാകുന്നു. പ്രൈസ് ഗോഡ്. യഹോവയുടെ നിയമവും സാക്ഷ്യങ്ങളും പ്രമാണിക്കുന്നവർക്ക് അവൻ്റെ പാതകളൊക്കെയും ദയയും സത്യവുമാകുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പം ദൈവത്തിൻ്റെ വഴി, തികവുള്ള വഴി, ആ പാതകൾ എൻ്റെ ജീവിതത്തിൽ പ്രമാണിക്കാൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒരു കാര്യത്തിലും ശ്രദ്ധിക്കണ്ട. ദൈവം എന്തു പറയുന്നു, വചനം എന്തു പറയുന്നു, ഇതനുസരിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? പ്രൈസ് ഗോഡ്. ദൈവത്തിലേക്ക് മനസ്സുയർത്തിക്കൊണ്ട് ദൈവത്തിൽ ആശ്രയിക്ക്, വിടുതൽ നിശ്ചയമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. തിരുവചനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ആഴമേറിയ ഒരുപാട് വിഷയങ്ങൾ ഇതിനോടനുബന്ധിച്ച് കിടപ്പുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെ ആശ്രയിക്കുന്ന വ്യക്തികൾ, കരങ്ങൾ ഉയർത്തുന്ന വ്യക്തികൾ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ദൈവവചനത്തിൽ നമ്മൾ വായിച്ചാൽ ഏതാണ്ട് 19 കാര്യങ്ങളിൽ നിശ്ചയമുണ്ടാകണം. ഈ സങ്കീർത്തനത്തിനകത്ത് എഴുതിയിരിക്കുന്ന അനുസരിച്ച് 19 വിഷയങ്ങളിൽ ഇവർക്ക് നിശ്ചയമുണ്ടാകണം. അങ്ങനെ അത്രയും നിശ്ചയങ്ങൾ പ്രാപിച്ചുകൊണ്ടാണ് ഇവർ ദൈവത്തിൽ ആശ്രയിക്കേണ്ടത്. പ്രൈസ് ഗോഡ്. അപ്പോൾ അതിൽ ചിലത് നിന്ന് പരിശോധിക്കാൻ പോവുക. ദൈവത്തിൽ ചുമ്മാ കയറി ആശ്രയിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് വിടുവിക്കത്തില്ല. പലരുടെയും വിചാരം വെറുതെ കയറി ദൈവമേ എന്നൊന്ന് വിളിച്ചാൽ ശരിയാവുമെന്നാ. അല്ല. പ്രൈസ് ഗോഡ്. ആദ്യം ദൈവത്തിൽ ആശ്രയിക്കേണ്ടവർക്ക് അറിയേണ്ട ഒരു വിഷയം എന്തെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, അവരുടെ ജീവിതത്തിൽ ദൈവത്തിന് സ്തോത്രം, ദൈവം സഹായിക്കാൻ തടസ്സമായിട്ടുള്ള വിഷയം എന്തെന്ന് അവർ മനസ്സിലാക്കണം. 10-ാം വാക്യത്തിൽ പറഞ്ഞു, ഒന്നുകൂടെ വായിച്ചേ. യഹോവയുടെ നിയമവും സാക്ഷ്യങ്ങളും പ്രമാണിക്കുന്നവർക്ക് അവന്റെ പാതകളൊക്കെയും ദയയും സത്യവുമാകുന്നു. ഇനി 11-ാമത്തെ വാക്യം വായിക്കുമ്പോഴാണ് പ്രൈസ് ഗോഡ് എങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കണം, എങ്ങനെ അവൻ്റെ അവനിലേക്ക് മനസ്സുയർത്തണം. യഹോവേ എൻ്റെ അകൃത്യം വലിയത്. ഇത് മനസ്സിലാക്കണം. യഹോവേ എൻ്റെ അകൃത്യം വലിയത്. പെന്തക്കോസ്ത് കോളത്തിലെ, വിശ്വാസ കോളത്തിലെ ഏറ്റവും വലിയ ശാപം പാപബോധമില്ല. ചെയ്യുന്നത് തെറ്റാണെന്ന് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ച് അവൻ്റെ കൈവെട്ടലാണ് നമ്മുടെ ലക്ഷ്യം. ഞാൻ ചോദിക്കട്ടെ, ആരെങ്കിലും നിങ്ങൾക്കൊരു കുറവുണ്ടെന്ന് പറഞ്ഞാൽ, സഹോദര താങ്ക് യു വെരി മച്ച് എന്ന് പറയുന്ന എത്ര പേരുണ്ട്? നമ്മൾ താങ്ക്സ് പറയും. താങ്ക്സ്, താനത് ഓക്കെ, എൻ്റെ കുറവുണ്ട്, ഞാൻ നോക്കിക്കോളാം, താങ്ക്സ്, താൻ അതിൽ ഇടപെടേണ്ട. ആ അർത്ഥത്തിലല്ല. എനിക്കൊരു കുറവുണ്ടെന്ന്, എനിക്കൊരു കുറ്റമുണ്ടെന്ന്, ഒരു പോരായ്മയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാൽ അത് ഉള്ളതാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ. പ്രൈസ് ഗോഡ്. ദാവീദ് രാജ്യം ഭരിക്കുന്ന രാജാവ്, കൊല്ലിനും കൊലയ്ക്കും അധികാരമുള്ളവൻ. ഒരു വാക്ക് കൽപ്പിച്ചാൽ യോവാബ് മുതലായവർ നോക്കി നിൽക്കുകയാണ്, വെട്ടിക്കളയട്ടെ. ബെനയാവ് ചോദിച്ചു വെട്ടിക്കളയട്ടെ, യോവാബ് ചോദിച്ചു വെട്ടിക്കളയട്ടെ. യോവാബ് പറഞ്ഞു 2 കുത്തത്തിൽ ഒറ്റ കുത്തേ കുത്തത്തുള്ളൂ. ഇങ്ങനെ പറഞ്ഞാൽ അനുസരിക്കാൻ പറ്റിയ വീരശൂര പരാക്രമികളായിട്ടുള്ള സേനാ നായകന്മാർ, സൈന്യാധിപന്മാർ കൂടെ ഉണ്ടായിട്ടും ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ദാവീദ്, നാഥാൻ പ്രവാചകൻ വന്ന് ആ മനുഷ്യൻ നീ തന്നെ എന്ന് കൈ ചൂണ്ടി പറഞ്ഞപ്പം, വെട്ടടാ കൈ തല എന്നല്ല പറഞ്ഞത്, ഇറങ്ങി നിലത്തിരുന്നു, രട്ടെടുത്തു, ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞു. പ്രൈസ് ഗോഡ്. മനസ്സിലാകുന്നുണ്ടോ? നിൻ്റെ അനുഗ്രഹത്തിന് തടസ്സമായ വിഷയങ്ങൾ പറഞ്ഞാൽ കേൾക്കാനും അത് ഏറ്റെടുക്കാനുമുള്ള മനസ്സുണ്ടാകണം. പ്രൈസ് ഗോഡ്. അത് ദൈവ വചനത്തിൽ കൂടെയാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. കർത്താവ് പറഞ്ഞു, അവൻ വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും.
അപ്പോൾ നമ്മുടെ ഒരു കുറവ് ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുമ്പം നമ്മൾ പരിശുദ്ധാത്മാവാണ് ആ വ്യക്തിയിൽ കൂടെ ഈ ബോധം എനിക്ക് തരുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമോ? പ്രൈസ് ഗോഡ്. ആരും മിണ്ടുന്നില്ലല്ലോ. ഫ്യൂസായി പോയോ? അതാ വ്യൂസ് പോയോ? പ്രൈസ് ഗോഡ്. നമ്മുടെ കുറവുകൾ, നമ്മുടെ അകൃത്യങ്ങൾ, നമ്മുടെ പാപങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള ഒരു ബോധ്യം ആദ്യം ഉണ്ടാകണം. പ്രൈസ് ഗോഡ്. രാവിലെ എഴുന്നേറ്റ് ചർച്ചിലേക്ക് വരുന്നതിന് മുമ്പ് ഡ്രസ്സ് ഇട്ടിട്ട് 1 മിനിറ്റെങ്കിലും കണ്ണാടിയുടെ മുമ്പിൽ നിന്നോ? ചിലരൊരു മണിക്കൂർ നിന്നാണ്. ഈ ഭാഗത്തുള്ളൊരു പോട്ടെ, ഇവിടെയുള്ളവരിയ്ക്കുന്നത് എനിക്ക് കഷ്ടം. പ്രൈസ് ഗോഡ്. പോട്ടെ, ഏതായാലും ഞാൻ ചോദിക്കുന്നതല്ല. കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പ്രൈസ് ഗോഡ് തലമുടി ശരിയാണോ? പ്രൈസ് ഗോഡ് എൻ്റെ മൊത്തം ഞാൻ പ്രസൻറ്റബിൾ ആണോ എന്ന് നോക്കിയിട്ടല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? കിട്ടിയത് വലിച്ചു വാരി ഉടുത്ത് അല്ലെ വലിച്ചു വാരി ഇട്ട് ചാടി ഓടിപ്പോന്നോ? ഇല്ല. നമ്മൾ ആകപ്പാടെ ഒന്ന് നോക്കി. പ്രൈസ് ഗോഡ്. ദൈവത്തിന് ഇത്രേ പറയുന്നുള്ളൂ. ദൈവത്തിൻ്റെ വചനമാകുന്ന കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നിന്നെ തന്നെ ശോധന ചെയ്യാനൊരവസരമാണ്. അപ്പം ദൈവവചനം കേൾക്കുമ്പോൾ വല്ലതും ഇതും ആലോചിച്ചിരിക്കാതെ ദൈവം എന്നോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിരിക്കുമ്പം ദൈവം നമ്മുടെ കുറവുകളാണ് ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ അതിൻ്റെ മുമ്പിൽ ദാവീദ് ചെയ്തതുപോലെ രട്ടെടുത്ത് തന്നെത്താൻ താഴ്ത്തി നിലത്തിറങ്ങി ഇരുന്ന് ദൈവമേ എന്ന് വിളിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. അല്ല, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നീ ഇന്ന കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ആരാധന കഴിഞ്ഞാൽ അത് നടപ്പാക്കാനുള്ള മനസ്സുണ്ടാകണം. അല്ല, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ദൈവം നിനക്ക് ഇന്ന അനുഗ്രഹങ്ങൾ തന്ന് നിന്നെ നടത്തുമെന്ന് വ്യക്തിപരമായി തൊട്ട് നിന്നോട് സംസാരിക്കുന്നതായി നിനക്ക് അനുഭവപ്പെട്ടാൽ അവിടെ കയ്യും കെട്ടി ഇരിക്കാതെ കരമുയർത്തി സ്തോത്രം പറയണം. ഇതൊക്കെയാണ് ദൈവവചനത്തോടുള്ള പ്രതികരണം. വെറുതെ കൈ പൊക്കണ്ട. നിന്നോട് ദൈവം സംസാരിച്ചാൽ ഈ വാഗ്ദത്തം എനിക്കുള്ളതാണ്, ഈ വചനം എനിക്കുള്ളതാണെന്ന് പറഞ്ഞ് ഏറ്റെടുക്കുന്നതിൻ്റെ ലക്ഷണമാണ് കരമുയർത്തി ഒരു സ്തോത്രം പറയുന്നത്. അർത്ഥപൂർണമായ ആരാധന അതാണ്. ഹല്ലേലൂയ. അങ്ങനത്തെ ഒരു ആരാധന കഴിഞ്ഞ് മടങ്ങി പോകുമ്പോഴുണ്ടല്ലോ കുറവുകൾ ഒത്തിരി അങ്ങോട്ട് ദിവസം ഏറ്റു പറഞ്ഞിട്ടുണ്ടാകും, വാഗ്ദത്തങ്ങൾ ഒത്തിരി പ്രാപിച്ചിട്ടുണ്ടാകും, അനുഗ്രഹങ്ങൾ ഒരു കലവറ തുറന്ന് ഇവിടെ നിന്ന് മടങ്ങിപ്പോകും. ഈ ആരാധന നഷ്ടമല്ല, ലാഭമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ആരാധന ഒരു ലാഭമായി മാറട്ടെ, ഒരു ലാഭമായി മാറട്ടെ, ഒരു വിടുതലായി മാറട്ടെ, ഒരു സൗഖ്യമായി മാറട്ടെ, ഒരു അനുഗ്രഹമായി മാറട്ടെ. ആമേൻ, ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്നത്തെ ആരാധനയിൽ വന്നിട്ട് ഒരു പ്രയോജനമില്ലാതെ മടങ്ങിപ്പോകാൻ ഇടയാകല്ലേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിങ്ങളുടെ വിഷയം നിങ്ങൾക്കറിയാം. അതിന് പരിഹാരം തരാൻ ഒരു കർത്താവുണ്ടെന്നറിയണം. നിശ്ചയമുണ്ടാകണം നമുക്ക്. അതിനോടൊപ്പം ഒരു കാര്യം മനസ്സിലാകണം. എൻ്റെ ജീവിതത്തിൽ എൻ്റെ അനുഗ്രഹങ്ങളെ തടഞ്ഞു വച്ചിരിക്കുന്നത് പലപ്പോഴും വിചാരിച്ചിരിക്കുന്നത് പിശാചാണ്. നമ്മൾ കുറച്ച് മുമ്പ് കെട്ട് കഴിക്കുകയൊക്കെ ചെയ്തു. എന്ത് വിചാരിച്ചെന്നറിയാമോ? പിശാചാണെന്ന് വിചാരിച്ചാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ അവനവൻ തന്നെ തെങ്ങിൻ്റെ തടി റോഡിൽ വലിച്ചിട്ടേച്ചും കാർ ഓടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? മുഴുത്ത ഒരു തെങ്ങും തടി വെട്ടി റോഡിൻ്റെ വീടിൻ്റെ വാതുക്ക് വട്ടം വച്ചേച്ചും പറയുക എൻ്റെ കാർ ഇറക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ ശരിയാവുമോ? ആ തടിയെടുത്ത് മാറ്റ്, നിനക്ക് വണ്ടി സുഖമായിട്ട് ഇറക്കിക്കൊണ്ട് പോവാം. നിൻ്റെ ജീവിതത്തിലെ കുറവുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി അതിന് പരിഹാരം വരുത്താൻ നിനക്ക് വ്യക്തിപരമായി സാധിച്ചെങ്കിൽ മാത്രമേ അനുഗ്രഹങ്ങളുടെ കലവറ നിനക്ക് തുറക്കൂ. അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് ദൈവവചനം അരുതെന്ന് പറഞ്ഞ ഏതെല്ലാം വിഷയങ്ങളിൽ എൻ്റെ കാലുകൾ ചെന്നിട്ടുണ്ട്, കൈകൾ ചെന്നിട്ടുണ്ട്, മനസ്സ് ചെന്നിട്ടുണ്ട്, ശബ്ദം ചെന്നിട്ടുണ്ട്, എൻ്റെ അവയവങ്ങൾ ചെന്നിട്ടുണ്ട്, ഞാൻ ചെന്നിട്ടുണ്ട്, ഇത് മനസ്സിലാക്കി കർത്താവിനോട് പറ, കർത്താവേ തെറ്റിപ്പോയി. പ്രൈസ് ഗോഡ്. തെറ്റിപ്പോയി. പാപബോധം എന്ന് പറയുന്നത് കുറ്റബോധമല്ല, അതിനപ്പുറത്തൊരു പശ്ചാത്താപമുണ്ട്.
പ്രൈസ് ഗോഡ്. തെളിയിക്കാൻ വയ്യാത്ത കുറ്റം പറയുമ്പം കുറ്റം തെളിയിച്ചാൽ പിന്നെ തിരിച്ചു പറയാൻ കാണത്തില്ല. അങ്ങനത്തെ കുറ്റബോധമല്ല നമുക്ക് വേണ്ടത്. കർത്താവേ, ഞാൻ തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് പശ്ചാത്താപത്തോടുകൂടി പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന ഒരു ശക്തിയേറിയ ഒരു അനുതാപത്തിന്റെ മാനസാന്തരത്തിന്റെ അനുഭവം. അതിന്റെ പുറകെയാണ് അനുഗ്രഹത്തിന്റെ അനുഭവം. ഇന്ന് പകല് ഹല്ലേലൂയ ഈ സങ്കീർത്തനം പഠിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ ദയയും സത്യവും അവൻ്റെ വഴികളും എല്ലാം നമുക്ക് വേണ്ടി തുറന്നു കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് സ്തോത്രം, നമ്മുടെ അകൃത്യങ്ങളെക്കുറിച്ചൊരു ബോധ്യം വേണം. പ്രൈസ് ഗോഡ്. പിന്നെ താഴോട്ട് വായിക്കുമ്പോൾ 18-ാം വാക്യം, എൻ്റെ അരിഷ്ടതയും അതിവേദനയും നോക്കണമേ, എൻ്റെ സകല പാപങ്ങളും ക്ഷമിക്കണമേ. എൻ്റെ സകല പാപങ്ങളും ക്ഷമിക്കണമേ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എപ്പോഴത് പറഞ്ഞെന്നറിയാമോ? 16, 17, 18 വാക്യങ്ങൾ ചേർത്ത് വായിക്കുമ്പോഴാണ് ആ കോണ്ടക്സ്റ്റ് മനസ്സിലാകത്തുള്ളൂ. എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കരുണയുണ്ടാകണമേ. എന്നോട് കരുണയുണ്ടാകണമേ. ഞാൻ ഏകാകിയും അരിഷ്ടനുമാകുന്നു. ഞാൻ ഏകാകിയാണ്, ഞാൻ അരിഷ്ടനാണ്. എനിക്ക് മനപീഡകൾ വർദ്ധിച്ചിരിക്കുന്നു. എന്റെ സങ്കടങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണം. എന്റെ സങ്കടങ്ങൾ എന്നെ വിടുവിക്കണം. ഏകാന്തത, അരിഷ്ടത, മനപീഡകൾ, സങ്കടം. എന്റെ അരിഷ്ടതയും അതിവേദനയും നോക്കണമേ. അതിവേദന. ഇതിന്റെ എല്ലാം കാരണം എന്നെ അടുത്ത വാക്യം, എന്റെ സകല പാപങ്ങളും ക്ഷമിക്കണമേ. എന്റെ സകല പാപങ്ങളും. ഇതെന്നെ എന്തും മാറിക്കൊണ്ടിരിക്കുന്നു ഇടയ്ക്കിടയ്ക്ക്. എന്റെ സകല പാപങ്ങളും ക്ഷമിക്കണം. ഇവിടെ വന്നത് ചെയ്യ നോക്കതെന്താന്ന്. ക്ഷമിക്കണമേ. മനസ്സിലായോ? അപ്പൊ സകല പാപങ്ങളും ക്ഷമിക്കണമേ. ദാവീദിനറിയാം എൻ്റെ അനുഗ്രഹത്തിൻ്റെ തടസ്സം എവിടെയാണ്. ഇന്ന് പകല് നിങ്ങൾക്കറിയാമോ, നമുക്കറിയാമോ എവിടെയാണ് എൻ്റെ അനുഗ്രഹങ്ങൾ തടഞ്ഞിരിക്കുന്നത്? വേദപുസ്തകം ഒരു കാര്യം പറയുന്നുണ്ട്, തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. അപ്പോൾ ഒരു കുഴപ്പവും എനിക്കില്ലെന്ന് പറയുന്നവന് ശുഭം വരത്തില്ല. എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് പറയുന്നവന് ശുഭം വരത്തില്ല. പ്രൈസ് ഗോഡ്. ഒരു കുഴപ്പമില്ലെന്ന് സഭയിൽ എഴുന്നേറ്റുന്ന ആരും പറയത്തില്ല, നാട്ടുകാരോടും പറയത്തില്ല. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് അവനവരുടെ വീട്ടിൽ പറയും എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയും. എന്തു ചെയ്യണം? ബാക്കിയുള്ളവർ ബോധ്യപ്പെടുത്തി കൊടുക്കണം. കുഴപ്പമില്ലേ, ഇന്ന കുഴപ്പങ്ങൾ 1, 2, 3, 4, 5 ഒരു 10 എണ്ണം, ഒരു 10 എണ്ണം പറഞ്ഞു കൊടുക്കണം. 10 അല്ല 15 ചിലപ്പോൾ കാണും. പ്രൈസ് ഗോഡ്. നിങ്ങൾക്കറിയാം അങ്ങനെ നീതീകരിക്കാനൊന്നും പറ്റുകയില്ലെന്ന്. അങ്ങനെ ഒരു പാപബോധം വരണം. അതിൽ കൂടെ മാത്രമേ ദൈവത്തിനുള്ള ആശ്രയത്തിന് അർത്ഥമുണ്ടാകൂ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇന്ന് നമുക്ക് സങ്കീർത്തനക്കാരൻ ചെയ്ത 2 ആക്ഷൻ. 1, എൻ്റെ മനസ്സ് ഉയർത്തുന്നു. 2, പ്രൈസ് ഗോഡ്, ആശ്രയിക്കുന്നു. ഇത് രണ്ടുമാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നത്തിനുള്ള വിടുതൽ. പ്രൈസ് ഗോഡ്. ഇത് രണ്ടും ശരിയാക്കിയ ശേഷം ദൈവത്തിന് സ്തോത്രം നമ്മൾ പ്രാർത്ഥിക്കണം. ഇതിനകത്ത് നമ്മൾ ദൈവവചനം ഈ ഭാഗം വായിക്കുമ്പോൾ, ഇന്നത്തെ ഈ സങ്കീർത്തനം നമ്മളെടുത്ത് വായിച്ചാൽ ഇതിൻ്റെ 22 വാക്യങ്ങളിലായിട്ട് 15 വിഷയങ്ങളാണ് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത്. 15 വിഷയങ്ങളാണ് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത്. 22 വാക്യങ്ങളിൽ കൂടെ 15 വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഈ 15 വിഷയങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ 18 വിഷയങ്ങളിൽ നിശ്ചയം പ്രാപിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് ഈ സങ്കീർത്തനത്തിൽ കൂടെ 15 വിഷയങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ കാണും. പക്ഷേ ഇതിനകത്ത് പറഞ്ഞ 15 വിഷയങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ 18 കാര്യങ്ങൾ നിശ്ചയമുണ്ടാകണം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ അതിൻ്റെ പുറകിൽ ചില നിശ്ചയങ്ങളുണ്ട്, ചില അറിവുകളുണ്ട്, ചില ഉറപ്പുകളുണ്ട്. അതിൻ്റെ ബേസിൽ വേണം പ്രാർത്ഥിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം മറുപടി തരുന്നത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് നമ്മളുടെ വിഷയങ്ങൾക്ക് പറ്റിയ വചനങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് വേണം ദൈവത്തോട് ചോദിക്കാൻ. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ഗോഡ് 15 വിധത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് 18 വിധത്തിലുള്ള ഉറപ്പ് പ്രാപിക്കണം. ഇനി എന്തൊക്കെയാണ് ഉറപ്പെന്നുള്ളത് ഞാൻ അക്കമിട്ട് പറഞ്ഞ ശേഷം ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, 1-2 എണ്ണം മാത്രം
സമയത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രൈസ് ഗോഡ് വിവരിക്കാം. ഉറപ്പ് 25-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം 2 കാര്യത്തിൽ ഉറപ്പുണ്ട്. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല. ഒന്നാമത്തെ ഉറപ്പ്, നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല. ഇന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഞാൻ ഇന്ന് പകല് ഇവിടെ ആരാധനയ്ക്ക് വന്ന് എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എൻ്റെ വിഷയങ്ങൾക്ക് ഒരു മറുപടിയുമായി കാത്തിരുന്ന് അവനെ ആരാധിച്ച് മടങ്ങിപ്പോകുമ്പോൾ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ഞാൻ ലജ്ജിച്ചു പോകാതെ വണ്ണം എൻ്റെ ദൈവം മറുപടി തരുമെന്ന് ഉറപ്പുള്ളവർക്ക് ഒരു സ്തോത്രം പറയാം. ഉള്ളതാണോ ശരിക്കും? ഓക്കെ, പ്രൈസ് ഗോഡ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഉറപ്പ്, അടുത്ത ഭാഗം ആ വാക്യത്തിൽ തന്നെ, വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. മറ്റുള്ളവർ എന്ത് ചെയ്താലും നിന്നിൽ ആശ്രയിക്കാത്തവർ മുഴുവൻ ലജ്ജിച്ചു പോകും. ഞാൻ നിന്നിൽ കാത്തിരിക്കുന്നു, നിന്നിൽ ആശ്രയിക്കുന്നു, ഞാൻ ലജ്ജിച്ചു പോകത്തില്ല. ഈ 2 ഉറപ്പ് നമുക്ക് ആദ്യം ഉണ്ടാകണം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഇനി 3-ാമത്തെ ഉറപ്പ് 5-ാം വാക്യം, നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ, നീ എൻ്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ. അടുത്ത ഉറപ്പ്, നീ എൻ്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ. പ്രൈസ് ഗോഡ്. ധൈര്യമായിട്ട് പറയാൻ സാധിക്കുമോ? എൻ്റെ സകല വിഷയത്തിനും യേശുവിൽ പരിഹാരമുണ്ട്, നിശ്ചയം. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന സകലരുടെയും സകല വിഷയങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൽ പരിഹാരമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഭാരപ്പെടേണ്ട, കുലുങ്ങണ്ട, അവൻ ദുഃഖിക്കേണ്ട. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് നിന്റെ വിഷയത്തിന് പരിഹാരമുണ്ടെന്ന് വിശ്വസിച്ച് ഏറ്റെടുത്ത് മടങ്ങിപ്പോണം. പ്രൈസ് ഗോഡ്. ഞാൻ ചോദിക്കട്ടെ, ഞായറാഴ്ച ഇവിടെ വന്ന് കർത്താവിൽ ആശ്രയിച്ച് ആരാധിച്ചിട്ട് കഴിഞ്ഞ നാളുകളിൽ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നതിന് മുമ്പ് എൻ്റെ വിഷയത്തിന് മറുപടി കിട്ടിയിട്ടുണ്ടെന്ന് അനുഭവമുള്ളവർ മാത്രം ഒരു കരമേത്തൊരു സ്വത്രം പറയാമോ? ഇത്രയും പേർക്ക് കഴിഞ്ഞ നാളുകളിൽ ആരാധനയുടെ മധ്യേ വിടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവത്തിങ്കിൽ നിന്ന് രക്ഷയുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് ആരാധിക്കുമ്പോൾ നിനക്ക് മറുപടിയുണ്ട്, നിനക്ക് മറുപടിയുണ്ട്, നിനക്ക് മറുപടിയുണ്ട്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇന്ന് ദൈവസന്നിധിയിൽ കൊണ്ടുവന്നിരിക്കുന്ന വിഷയങ്ങൾക്ക് ശക്തിയോടെ ശക്തിയോടെ നീ ഉത്തരമരുളണമേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകല് ചില വിഷയങ്ങൾ ദൈവസന്നിധിയിൽ കൊണ്ടുവന്നതിന് നീ ഉത്തരമരുളണമേ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇനി 4-ാമത്തെ ഉറപ്പ്, ദൈവത്തിന്റെ സ്തോത്രം, 6-ാം വാക്യം, യഹോവേ നിന്റെ കരുണയും ദയയും ഓർക്കണമേ, അവ പണ്ടേ ഉള്ളവയല്ലോ. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ ദയയും ദൈവത്തിന്റെ കരുണയും പണ്ടേ ഉള്ളവയാണ്. എൻ്റെ ദൈവമേ, ഞാൻ വേദപുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, നീ ദാവീദിനോട് ദയ കാണിച്ചു, ദാനിയേലിനോട് കരുണ കാണിച്ചു, യോസഫിനോട് ദയ കാണിച്ചു, പ്രൈസ് ഗോഡ്, യോശുവയോട് കരുണ കാണിച്ചു, ഏലിയാവിനോട് ദയ കാണിച്ചു, ദാവീദിനോട് ദയ കാണിച്ചു, ശലോമോനോട് ദയ കാണിച്ചു, ശിംശോനോട് ദയ കാണിച്ചു, ഇബ്താഹിനോട് ദയ കാണിച്ചു. അങ്ങനെ ഞങ്ങൾ നോക്കുമ്പോൾ കർത്താവേ, നീ നിന്നിൽ ആശ്രയിച്ചിരിക്കുന്ന സകലർക്കും ദയ കാണിക്കുന്ന ദൈവമാണ്. പണ്ടേയുള്ള ചരിത്രം ഓർത്താൽ നീ ദയ കാണിക്കുന്ന ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഈ വിഷയത്തിൽ ഇന്ന് എനിക്ക് വേണ്ടി ദയ കാണിക്കാൻ ദൈവമേ നീ മതിയായവനാണ്. നിനക്കൊരു കണ്ണിനും നിന്നോട് അലിവ് തോന്നാതിരിക്കുമ്പോൾ, ഒരു മനുഷ്യനെ നിന്നെ സഹായിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ദയ, നമ്മൾ പാടിയതുപോലെ എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആ വലിയ ദയ ഇന്ന് പകൽക്കാലം എൻ്റെ ദൈവമേ ചില ജീവിതങ്ങളുടെ മേൽ നീ അയക്കണമേ. പ്രൈസ് ഗോഡ്. ആർക്ക് ദയ തോന്നിയിട്ടും കാര്യമില്ല. സ്വർഗത്തിലെ ദൈവത്തിന് ദയ തോന്നിയാലുണ്ടല്ലോ, കുന്നുകൾ മാറിപ്പോയാലും പർവ്വതങ്ങൾ മാറിപ്പോയാലും നീങ്ങിപ്പോകാത്ത സർവശക്തന്റെ ദയ ഇന്ന് നിന്റെ മേൽ ചൊരിയണം. ദാവീദ് ഒരിക്കൽ ചോദിച്ചു, ഞാൻ ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ഇനി ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? യോനാഥാൻ്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന്. പ്രൈസ് ഗോഡ്. കാരണം ശൗലും ദാവീദും യോനാഥാനും തമ്മിൽ ഭയങ്കര സ്നേഹമായിരുന്നു, അത്ര അടുപ്പമായിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒടുവിൽ ദാവീദ് രാജാവായപ്പോൾ, ദാവീദ്
യോനാഥാനുമായി ഫ്രണ്ട്ഷിപ്പിൻ്റെ സമയത്ത് ദാവീദ് രാജാവല്ല, യോനാഥാൻ രാജകുമാരനാണ്. യോനാഥാൻ്റെ പിതാവ് ശൗലാണ് രാജാവ്. പ്രൈസ് ഗോഡ്. പക്ഷേ ഗിൽബോവ പർവ്വതത്തിൽ ശൗലും യോനാഥാനും ഫെലിസ്ത്യരുടെ കയ്യാൽ പട്ടുപോയി. പ്രൈസ് ഗോഡ്. ഒടുവിൽ ആ കുടുംബം അനാഥമായി. രാജത്വം ദാവീദിന് ഉറച്ചപ്പം ദാവീദ് അന്വേഷിച്ചു, യോനാഥാൻ്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് അവൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? പ്രൈസ് ഗോഡ്. മറുപടി കിട്ടി. മൊഫിബെശത്ത് എന്ന് പറയുന്ന ഒരുവനുണ്ട്. അവൻ്റെ 2 കാലും മുടന്താണ്. അവൻ്റെ ധാത്രി അവൻ എടുത്തുകൊണ്ട് പോയപ്പം കയ്യിൽ നിന്ന് താഴെ പോയി കാല് 2 ഒടിഞ്ഞ് മുടന്തായിപ്പോയി. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ധാത്രി എടുത്തുകൊണ്ട് പോയാൽ താഴെ വീഴും, തള്ള എടുത്തുകൊണ്ട് പോയാലോ വീഴത്തില്ല. പ്രൈസ് ഗോഡ്. ഏതായാലും ഹല്ലേലൂയ, അവൻ്റെ 2 കാലും മുടന്തായിപ്പോയി. രാജാവ് അത് കേട്ട നിമിഷം വിളിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. ദാവീദ് പറഞ്ഞു, ഇന്ന് മുതൽ നിനക്ക് എൻ്റെ മേശയിൽ നിന്നാണ് ആഹാരം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവം നിൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ്, നിൻ്റെ ആഗ്രഹങ്ങൾ അറിഞ്ഞ്, നിൻ്റെ ഇല്ലായ്മ അറിഞ്ഞ്, നിൻ്റെ വല്ലായ്മ അറിഞ്ഞ്, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകല് ദയ കാണിക്കാൻ ആരംഭിച്ചാൽ അടുത്ത ഉച്ചയ്ക്കുള്ള ആഹാരം നിനക്ക് രാജാവിൻ്റെ പന്തിയിലാണ്. അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇവിടെ നിന്ന് പദവി മാറട്ടെ, ഇവിടെ വെച്ച് പദവി മാറട്ടെ. ഇന്ന് പകൽക്കാലം ഈ ആരാധനയുടെ മധ്യേ ദൈവശക്തിയുടെ വ്യാപാരത്താൽ മഹാരാജാവിന്റെ ദയ, മഹാരാജാവിന്റെ ദയ, മഹാരാജാവിന്റെ ദയ, മഹാരാജാവിന്റെ ദയ. ഞങ്ങളുടെ വിഷയങ്ങളിൽ മേൽ ഈ നയക്കണമേ. ദൈവമൈതലേ, നിനക്ക് വേണ്ടി മഹാരാജാവിന്റെ ദയ, നിനക്ക് വേണ്ടി, നിന്റെ കുഞ്ഞിന് വേണ്ടി, നിന്റെ വിഷയത്തിന് വേണ്ടി, നിന്റെ ശരീരത്തിന് വേണ്ടി, നിന്റെ ആരോഗ്യത്തിന് വേണ്ടി, നിന്റെ സമ്പത്തിന് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, യേശുവിന്റെ നാമത്തിൽ എൻ്റെ ദൈവമേ, ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം നിന്റെ ദയ, നിന്റെ മഹാദയ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. നിന്റെ കരുണ ഞങ്ങളുടെ മേൽ ചൊരിയണമേ, നിന്റെ കരുണ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങൾ വന്നതുപോലെ അല്ല കർത്താവേ, വലിയൊരു മാറ്റം ഞങ്ങൾ കാണട്ടെ, വലിയ മാറ്റം ഞങ്ങൾ കാണട്ടെ. ഞങ്ങളുടെ ഭൗതികത്തിൽ കാണട്ടെ, ആത്മീയത്തിൽ കാണട്ടെ, സഭയിൽ കാണട്ടെ, ശുശ്രൂഷയിൽ കാണട്ടെ, വിശ്വാസത്തിൽ കാണട്ടെ, വേർപാടിൽ കാണട്ടെ, വിശുദ്ധിയിൽ കാണട്ടെ. ഇന്ന് പകൽക്കാലം വലിയ മാറ്റങ്ങൾ യേശുവിന്റെ നാമത്തിൽ നടക്കട്ടെ, സഭയിൽ നടക്കട്ടെ, കുടുംബങ്ങളിൽ നടക്കട്ടെ, ശുശ്രൂഷകളിൽ നടക്കട്ടെ, ദേശത്ത് നടക്കട്ടെ. ശക്തിയോടെ ആരാധിക്കുക. തകർന്നുകൊണ്ടിരിക്കുന്ന തലമുറകളുടെ മധ്യേ, തകർന്നുകൊണ്ടിരിക്കുന്ന ദേശത്തിന്റെ മധ്യേ, സഭകളുടെ മധ്യേ, ശുശ്രൂഷകളുടെ മധ്യേ ദൈവത്തിന്റെ ദയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടത് ദൈവത്തിൻ്റെ ദയ. പ്രൈസ് ഗോഡ്. കാരണം എന്തെന്നറിയാമോ? മോശയോട് കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ഒരു നിമിഷം ഞാൻ ഈ ജനത്തിൻ്റെ നടുവിൽ കൂടെ നടന്നാൽ അവരെ സംഹരിച്ചു കളയുമെന്ന്. പ്രൈസ് ഗോഡ്. നമ്മുടെ ഓരോ പ്രവൃത്തികളും ചിന്തിച്ചു നോക്കിയാൽ, ഓരോ അനുഭവങ്ങളും ചിന്തിച്ചു നോക്കിയാൽ, നിന്റെ മക്കളുടെ പ്രവൃത്തി ചിന്തിച്ചു നോക്കിയാൽ, വീട്ടിലെ പ്രവൃത്തി ചിന്തിച്ചു നോക്കിയാൽ, കൂട്ടാളികളുടെ പ്രവൃത്തി ചിന്തിച്ചു നോക്കിയാൽ, ദൈവത്തിന്റെ സാന്നിധ്യം അനുഗ്രഹമാണോ അതോ സംഹാരമാണോ? സംഹരിക്കല്ല കർത്താവേ, സംഹരിക്കല്ലേ. പ്രാർത്ഥിക്കുക. ഒരു സംഹാരമല്ല വേണ്ടത്, ഒരു വിടുതലാണ് വേണ്ടത്. യേശുവിന്റെ നാമത്തിൽ പാപബോധത്തോടെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ. ആമേൻ. ദൈവമക്കളെ, സങ്കീർത്തനക്കാരൻ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, യഹോവേ, ആകാശം ചായ്ച്ച് ഇറങ്ങി വരണമേ. നല്ലതാണ് എപ്പോൾ നീ നിന്റെ ദൈവവുമായി നല്ല അനുഭവത്തിലായിരിക്കുമ്പോൾ. വെറുതെ ദൈവത്തെ വിളിച്ചു വരുത്തി. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവ് അതുകൊണ്ട് മോശയോട് പറഞ്ഞു, ഞാൻ ഒരു നിമിഷം ഈ ജനത്തിൻ്റെ ഇടയിൽ നടന്നാൽ അവരെ സംഹരിച്ചു കളയുമെന്ന്. ഇന്ന് പകൽക്കാലം പുറകോട്ട് തിരിഞ്ഞ് നോക്ക്. ദൈവത്തിൻ്റെ സംഹാര ശക്തി എൻ്റെ കുടുംബത്തിൽ വരാത്തത് ദൈവത്തിൻ്റെ ദയയല്ലേ?
നിന്റെ കുടുംബത്തിൽ തകർച്ച വരാത്തത്, മരണം നടക്കാത്തത്, ബന്ധനം വരാത്തത്, കഷ്ടം വരാത്തത്, നഷ്ടങ്ങൾ വരാത്തത്, ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത നഷ്ടം നിന്റെ തലമുറയ്ക്ക് വരാത്തത് ദൈവകൃപയല്ലേ? ആമേൻ. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോട് ഞാനൊരു സത്യം പറയാം. നിങ്ങളുടെ മക്കളുടെ പോക്കും വരവും ശരിക്കും നോക്കിക്കോണം. ഇല്ലെങ്കിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. ഇവരുടെ ശവമടക്കം നടത്തേണ്ടി വരും നിങ്ങൾ. ഞാൻ ചുമ്മാ പറയുകയല്ല, ദൈവാത്മാവ് എന്നോട് വ്യക്തമായി സംസാരിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, സംഹരിച്ചു കളയും. ലോകത്ത് മറ്റുള്ളവർക്ക് കൊടുക്കാത്ത നന്മകൾ നിന്റെ തലമുറയ്ക്ക് തന്നു. ലോകത്ത് മറ്റുള്ളവർക്ക് കൊടുക്കാത്ത അനുഗ്രഹങ്ങൾ നിന്റെ തലമുറയ്ക്ക് തന്നു, നിന്റെ കുടുംബത്തിന് തന്നു, ഉയർച്ച തന്നു, വിദ്യാഭ്യാസം തന്നു, ആരോഗ്യം തന്നു, അർഹിക്കാത്തത് പലതും തന്നു. അത് പ്രാപിച്ചിട്ട് കണ്ടില്ല കേട്ടില്ലെന്ന് നോക്കി നടക്കാൻ അവകാശമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് മക്കൾ ഉന്നത വിദ്യാഭ്യാസത്തിലും ജോലിയിലൊക്കെ എത്തിയവരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരു 10 കൊല്ലം മുമ്പ് സ്വപ്നത്തിൽ വിചാരിച്ചതാണോ മക്കൾ ഈ നിലയിൽ എത്തുമെന്ന്? ആണോ? അല്ല. എങ്ങനെ എത്തി? നിങ്ങളുടെ സ്വന്തം കഴിവാണോ? അവരുടെ കഴിവാണോ? ദൈവം വഴി തുറന്നതല്ലേ? ദൈവം വാതിലുകൾ തുറന്നതല്ലേ? ദൈവം സഹായിച്ചതല്ലേ? അതിന് നന്ദിയുണ്ടെങ്കിൽ പോരാ. ആമേൻ. ദൈവ സന്നിധിയിൽ നിന്നെ സംഹരിച്ചു കളയുമെന്ന് ദൈവവചനം പറയുന്നു. പ്രൈസ് ഗോഡ്. ഒരൊറ്റ ഏലി കാരണം 2 ഫിനെഹാസും 2 പേരാ പട്ടുപോയത്, ഹോഫ്നിയും ഫിനെഹാസും. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് കുറച്ച് കളിയല്ലെന്ന്. നിങ്ങളുടെ വീട്ടിനകത്ത്, നിങ്ങളുടെ സ്വന്തം തലമുറയുടെ അകത്ത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ പരിശോധിച്ചോണം. ഇല്ലെങ്കിൽ നഷ്ടം വരും. ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കണം, 1-2 ഉള്ളൂ. അത് മര്യാദയ്ക്ക് ജീവിക്കണം, മര്യാദയ്ക്ക് നടക്കണം. അതിനെന്ത് ചെയ്യണം? മാതാപിതാക്കളുടെ ചുമതലയാണ് ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാൻ. ബാക്കി എല്ലാത്തിനും നമുക്ക് ചൂടുണ്ട്. ആത്മീയ വിഷയത്തിൽ പിള്ളേരെ നിർബന്ധിക്കാൻ പോലും ചിലർക്ക് പേടിയാണ്. പിള്ളേർ പ്രാർത്ഥനയ്ക്ക് വന്നില്ലെങ്കിലും, ആരാധനയ്ക്ക് വന്നില്ലെങ്കിലും, കുടുംബ പ്രാർത്ഥനയ്ക്ക് വന്നില്ലെങ്കിലും അവരെ ഒന്ന് വിളിക്കാൻ പോലും അപ്പനും അമ്മയ്ക്കും പേടിയാണ്. എന്തൊരു കാലം! നിങ്ങൾ മനസ്സിലാക്കണം, തൽക്കാലം നിങ്ങളുടെ മക്കളെ വേദനിപ്പിക്കാനും ദുഃഖിപ്പിക്കാനും നിങ്ങൾക്ക് മടിയുണ്ട്. കാരണം അവരുടെ വേദന കാണാൻ വയ്യ. പക്ഷെ തൽക്കാലം വേദന കാണണ്ടെന്ന് വെച്ചാൽ നിത്യമായി വേദന കാണേണ്ടി വരും. നിത്യമായി വേദന കാണേണ്ടി വരും. ഏതാ നല്ലത്? തൽക്കാലം വേദനിച്ചാലും വേണ്ടുകയില്ല, ദൈവത്തെ അറിയട്ടെ. അവൻ്റെ ദയ പണ്ടേ ഉള്ളതല്ലോ. നിന്റെ അകൃത്യം പോക്കി ദയയും കരുണയും നിന്നെ അണിയിക്കാൻ ഇന്നും ദൈവം വിശ്വസ്തനാണ്. പക്ഷെ എന്ത് ചെയ്യണം? കറക്ഷൻ ഏറ്റെടുക്കണം. കറക്ഷൻ വീട്ടിൽ നടപ്പാക്കണം. കറക്റ്റ് ചെയ്യേണ്ടവരെല്ലാം കറക്റ്റ് ചെയ്യണം. പാസ്റ്ററുടെ ജോലി അത് ഇവിടെ കൊണ്ട് തീർന്നു. ഇന്ന് ദൈവം ഈ പുൾപിറ്റിൽ നിന്ന് ഈ ദിവസം ഞാൻ പ്രസംഗിക്കുന്നതോടുകൂടി എൻ്റെ കടമ തീർന്നു, എൻ്റെ ജോലി തീർന്നു. ഇനി നിങ്ങളാണിത് ഏറ്റെടുക്കേണ്ടത്. നിങ്ങളാണിത് ഏറ്റെടുക്കേണ്ടത്. എന്തിനു വേണ്ടി? ഒരു നിത്യത മുന്നിൽ കണ്ടുകൊണ്ട്. ഞാൻ പറയട്ടെ, മക്കൾ പ്രൈസ് ഗോഡ് ഉന്നത വിദ്യാഭ്യാസവും ഉന്നത നിലവാരത്തിലും എത്തിയില്ലെങ്കിലും വേണ്ടുകയില്ല, നിത്യതയിൽ കൂടെ കാണണമെന്ന് ഉറപ്പാക്കണം. അതോടുകൂടി ഒക്കെ ശരിയായിക്കോളും. കുത്തഴിഞ്ഞ് വിടരുത്, കെട്ടഴിച്ച് വിടരുത്. പ്രൈസ് ഗോഡ്. അപ്പം അടുത്ത ഉറപ്പ് ഇതാണ്, 4ാമത്തെ ഉറപ്പ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 5ാമത്തേത് അവ പണ്ടേ ഉള്ളവയല്ലോ. ഇനി 8ാം വാക്യം, യഹോവ നല്ലവനും നേരുള്ളവനുമാകുന്നു. യഹോവ നല്ലവനും നേരുള്ളവനുമാകുന്നു. ഉറപ്പുണ്ടോ? എത്ര പേർ ദൈവം നല്ലവനാണെന്ന് രുചിച്ചറിഞ്ഞു? പോരെ? അവൻ നല്ലവനാണ്, അവൻ നേരുള്ളവനാണ്. പ്രൈസ് ഗോഡ്. 6ാമത്തെ ഉറപ്പ് അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു.
പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇതൊരു വലിയ പ്രത്യാശയുടെ വചനമാണ്. നിൻ്റെ വീട്ടിലൊരു പാവി ഉണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാം, എനിക്കറിയത്തില്ല, വീട്ടിൽ 5-6 ഉണ്ട്, അതിൽ ഒരെണ്ണം പാവിയാണോ എന്നുള്ളത് വീട്ടുകാർക്ക് അറിയാവൂ, അല്ലെങ്കിൽ മൊത്തം പാവിയാണോ എന്ന് വീട്ടുകാർക്ക് അറിയാവൂ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ദൈവം പാപികളെ നേർവഴി കാണിക്കുന്നു. ആ ഒരു പ്രത്യാശ എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്, ഞങ്ങൾക്കുണ്ട്, നമുക്കുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. വേദപുസ്തകത്തിലെ ഏറ്റവും ശക്തമായ, ഇന്ന് ലോകം മുഴുവൻ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കപ്പെടുന്ന യേശുവിൻ്റെ ഉപമ ഏതാണെന്നറിയാമോ? മുടിയമ്പുത്രൻ്റെ ഉപമയാണ്. ലോകം മുഴുവനും സുവിശേഷങ്ങളിൽ നിന്ന് പ്രസംഗിക്കപ്പെടുന്ന ഏറ്റവും ശക്തമായ ഉപമ, ഏറ്റവും കൂടുതൽ പ്രസംഗിക്കപ്പെടുന്ന ഉപമ. തീർന്നില്ല, ലോകത്തിലെ ഏറ്റവും അധികം ആളുകളെ മാനസാന്തരത്തിലേക്ക് നയിച്ച ഉപമ മുടിയൻ പുത്രൻ്റെ ഉപമയാണ്. ആ ഉപമ നമുക്കൊരു വലിയ പ്രത്യാശ തരുന്ന ഉപമയാണ്. കാരണം പോയവൻ, പിന്മാറ്റത്തിൽ പോയവൻ, പുറകോട്ട് പോയവൻ, അപ്പനെ വിട്ടു പോയവൻ, ദൈവത്തെ വിട്ടു പോയവൻ, വാളവരെ നിന്നവൻ, സ്വത്ത് മുടിച്ചവൻ, പന്നിക്കൂട്ടിൽ കിടന്നവൻ, ദുഷ്പ്രവർത്തിക്കാരുടെ കൂടെ നടന്നവൻ, വേശ്യമാരോടുകൂടെ തിന്നുകുടിച്ച് മുതൽ നശിപ്പിച്ചവൻ, പ്രൈസ് ഗോഡ്, അവൻ എന്ത് ചെയ്തു? മടങ്ങി വന്നു. പ്രത്യാശയില്ലേ? പ്രത്യാശയില്ലേ? നിന്റെ വീട്ടിൽ മടക്കി വരവുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ആരാധിക്ക്. നിന്റെ വീട്ടിൽ ഒരു മടങ്ങി വരവുണ്ട്. നിന്റെ വീട്ടിൽ അപ്പന്റെ വീട്ടിലേക്ക് മുടിയമ്പുത്രൻ മടങ്ങി വന്നതുപോലെ നിന്റെ മക്കൾ മടങ്ങി വരും, നിന്റെ തലമുറ മടങ്ങി വരും, കൂട്ടാളി മടങ്ങി വരും. നിന്റെ ജീവിതത്തിൽ ഒരു മടങ്ങി വരവുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പുറകോട്ട് പോയവരെ ഓർത്ത് അവൻ ക്ഷീണിച്ചിരിക്കാനല്ല, അവർ മടങ്ങി വരുമെന്ന വിശ്വാസത്തോടെ ഉറപ്പോടെ അവനെ ആരാധിക്കാൻ. ജീസസ് 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 ജീസസ്. ഉദരബല ഹതുലക ജനബല ഹതുലക ജംബന അർദുല ജബര ദലകല ഹതുല അസ്തേ റൗഡേ രഗദക ജഗന അന്തല ജബര ശന്തന. ഈ ഞങ്ങളൊക്കെ കുഞ്ഞുങ്ങളായിരുന്നപ്പോഴേ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, വീട്ടിൽ നിന്ന് അന്ന് വിശ്വാസത്തിലല്ല ആരും, വീട്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് സിനിമയ്ക്ക് പോകും. തിയേറ്റർ മൈലുകൾക്കപ്പുറത്താണ്, കാറൊന്നും വീട്ടിലില്ല. പ്രൈസ് ഗോഡ്, വള്ളത്തെ കയറി നടന്നൊക്കെയാണ് പോകുന്നത്. പ്രൈസ് ഗോഡ്. പക്ഷേ ഞങ്ങൾ പിള്ളേരായിരിക്കുമ്പോൾ ഒരുപാട് നടക്കണ്ടേ, ഇവൻ ഇവിടെ ഇരുന്നോട്ടെ എന്ന് ആരെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, അന്ന് പൂല. ഞാൻ നടന്നോളാന്ന് പറയും. നടക്ക്, നീന്തിക്കോളാം, എങ്ങനെയാലും വേണ്ടിയല്ല, ഞാനും വരും സിനിമയ്ക്ക്. പ്രൈസ് ഗോഡ്. സർക്കസ് കാണാൻ പോകുമ്പം അപ്പനും അമ്മയും കൂടെ സർക്കസ് കാണാൻ പോയാൽ മക്കൾ വീട്ടിൽ ഇരിക്കുമോ? ഞങ്ങളും വരും എന്ന് പറയും. പ്രൈസ് ഗോഡ്. എക്സിബിഷൻ കാണാൻ പോകുമ്പം അപ്പനും അമ്മയും കൂടെ പോകാൻ തുടങ്ങിയാൽ മക്കൾ വീട്ടിൽ ഇരിക്കുമോ? ഞങ്ങളെയും കൊണ്ടുപോകണമെന്ന് പറയും. എന്തിനാ? ലുലു മാളിൽ പോയപ്പം ഇപ്പോഴും വീട്ടിൽ വഴക്കല്ലേ, ഞങ്ങളെ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞ് അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ആരാധനയ്ക്കോ? മക്കളുടെ നിലവാരം മനസ്സിലായോ? പിടികിട്ടിയോ? ശരിയായിട്ടില്ല. വീട്ടിൽ ഇനിയും കാര്യങ്ങൾ ക്രമീകരിക്കാനുണ്ട്. നിന്റെ സ്വന്തം വീട്ടിൽ ക്രമീകരിക്കാനുണ്ട്, സ്വന്തം മക്കളിൽ ക്രമീകരിക്കാനുണ്ട്. ഈ ദൈവത്തെ വിട്ടിട്ട് നന്നാകുമെന്ന് വിചാരിക്കേണ്ടെന്ന് ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം മാതാവേ, പിതാവേ, നിനക്കാണ്. നിന്റെ മക്കള് ദൈവസമ്പന്നമായി, ദൈവിക വിഷയമായി സമ്പന്നരായില്ലെങ്കിൽ രക്ഷപ്പെടത്തില്ലെന്ന് ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം സഭയ്ക്കല്ല, നിനക്കാണ്. അത് ചെയ്തേ പറ്റൂ ദൈവമക്കളെ ഈ നാടുകളിൽ. പ്രൈസ് ഗോഡ്. ഇപ്പം വീട്ടിലെ പിള്ളേരുടെ ആത്മീയ നിലവാരം അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ സിനിമയും സർക്കസും ഒക്കെ പറഞ്ഞത് കേട്ടോ. പ്രൈസ് ഗോഡ്. നിങ്ങൾ സിനിമയ്ക്ക് കൊണ്ടുപോയില്ലെങ്കിലും വേണ്ടുകയില്ല. ഹല്ലേലൂയ. എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ആരാധനയ്ക്ക് പോയിരിക്കും. തല്ലിക്കെട്ടി കൊണ്ടുപോകണ്ട. ഇവിടെയുള്ള പ്രായപൂർത്തിയായവരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ തല്ലിക്കെട്ടി പ്രാർത്ഥനയ്ക്ക് എത്ര വരെ കൊണ്ടുപോയിട്ടുണ്ട്? നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോയതിൻ്റെ പുറകിലുള്ള കാരണം എന്താണ്? അവരവരും കെട്ടിവലിച്ചത് കൊണ്ടാണോ? ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നു ചിലർ ഏജ് ഹോളിൽ വന്നു, കഴിഞ്ഞ ആഴ്ച ചിലർ ഏരിയ മീറ്റിങ്ങിന് പോയി, വേറെ ചിലർ പ്രൈസ് ഗോഡ് യൂണിറ്റ് മീറ്റിങ്ങിന് പോയി. നിങ്ങൾ പോയതിൻ്റെ പുറകിൽ എന്താണ് നിങ്ങളെ ആകർഷിച്ചത്? നമ്മൾ ഉത്തരവാദിത്തം പറയണം, മറുപടി പറയണം, നമ്മളോട് തന്നെ മറുപടി പറയണം. ദൈവസ്നേഹം മാത്രമേ ഇതിൻ്റെ പുറകിലുണ്ടാവൂ. അങ്ങനെ വരുമ്പം
ഞാനെപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലാൻ ഇടയാകും. ഞാനൊരു കാര്യം പറയാം, നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള വിഷയങ്ങൾ. ഹല്ലേലൂയ. ഞങ്ങളുടെ ഫാദറിൻ്റെ ബ്രദേഴ്സ് എല്ലാവരും മൂന്നാറിലും ഇവിടെ പള്ളിവാസലിലൊക്കെയാണ്, ദേവികുളത്തൊക്കെയാണ് താമസിച്ചിരുന്നൊരു കാലത്ത്. പ്രൈസ് ഗോഡ്. നമ്മുടെ വേലായ സാറിനൊക്കെ നന്നായിട്ട് അറിയാം അവരെയൊക്കെ. അവിടെ ഒരു വല്യപ്പൻ്റെ മോളുടെ കല്യാണം വന്നു. പൂജാവതിക്ക് കല്യാണം വന്നപ്പം ഞങ്ങളുടെ വീട്ടിലെല്ലാവരും കൂടെ, എൻ്റെ അമ്മച്ചി ഇവിടെ ഇരിപ്പുണ്ട്, ഞങ്ങളുടെ വീട്ടിലെല്ലാവരും കൂടെ കല്യാണത്തിന് പോകാൻ തീരുമാനിച്ചു. പ്രൈസ് ഗോഡ്. ഞാനും തീരുമാനിച്ചതാണ്. പക്ഷേ കല്യാണത്തിൻ്റെ പോകുന്നതിൻ്റെ തലേ ദിവസം ഞങ്ങളുടെ ലൈബ്രറിയിൽ ചെന്നപ്പം എന്ന് നോക്കിയാലും കിട്ടാത്തൊരു 3 പുസ്തകം അവിടെ ഇരിപ്പുണ്ട്. ഒരു പുസ്തകം അലോട്ട് ചെയ്യത്തുള്ളൂ, പക്ഷേ 3 പുസ്തകങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. കാരണം ഈ പൂജ വയ്പ്പിന് ആരും പുസ്തകം വായിക്കത്തില്ല, എല്ലാം കൊണ്ട് പൂജയ്ക്ക് വയ്ക്കും. അപ്പോൾ അത് കാരണം ലൈബ്രറിയിലോട്ട് എല്ലാ ബുക്കും റിട്ടേൺ ചെയ്ത കൂട്ടത്തിൽ എനിക്ക് അതുവരെ ശ്രമിച്ചിട്ടും കിട്ടാത്ത 3 പുസ്തകങ്ങൾ, 3 മസ്കറ്റേഴ്സ്, ഹൊറർ ഓഫ് ഡ്രാക്കുള, പ്രൈസ് ഗോഡ്, കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ. ഈ 3 പുസ്തകം നമ്മുടെ വേദപുസ്തകത്തേക്കാൾ വലുതാണ് 3 ബുക്ക്. ഞാൻ നോക്കുമ്പോൾ ഞാൻ പല പ്രാവശ്യം ശ്രമിച്ചിട്ട് ഇത് കിട്ടിയിട്ടില്ല. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുക. ഞാൻ നോക്കിയപ്പോൾ ഈ 3 ബുക്ക് അവിടെ ഇരിപ്പുണ്ട്. ഞാൻ ലൈബ്രറിയനോട് ചോദിച്ചു, പ്രൈസ് ഗോഡ്, രാമേന്ദ്ര, ഈ 3 ബുക്കും ഞാൻ എനിക്ക് പൂജവെപ്പിനൊന്നും തരാമോ? ഞാൻ പൂജവെപ്പ് കഴിയുമ്പോൾ തിരിച്ചു കൊണ്ടുവരാം. ഒരു ബുക്കേ തരാവൂ, പക്ഷേ 3 ബുക്കും തരാമോ എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു എടുത്തോളാൻ പറഞ്ഞു. ഞാൻ ആ 3 ബുക്കും കൊണ്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാനൊരു തീരുമാനിച്ചു. ഞാൻ അമ്മച്ചിയുടെ അപ്പച്ചനോട് പറഞ്ഞു, ഞാൻ കല്യാണത്തിന് വരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പോയില്ല. ഞാൻ ആ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ച് 3 ദിവസം കൊണ്ട് ഈ 3 ബുക്ക് വായിച്ചു തീർത്തു. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കല്യാണത്തിൻ്റെ കാളർച്ചയേക്കാൾ പ്രയോജനമുള്ളത് നിനക്ക് തോന്നും. പ്രൈസ് ഗോഡ്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്നതാണ് പ്രധാനം. ഏതൊരു ആരാധനയാണ് പ്രധാനം. ഒരു ഉപവാസ പ്രാർത്ഥനയാണ് പ്രധാനം. ഒരു ദിവസത്തെ ആരാധനയാണ് പ്രധാനം. ദുഷ്ടന്മാരുടെ കേടാരങ്ങൾക്ക് പാർക്കുന്നതിനേക്കാൾ ദൈവത്തിന്റെ ആലയത്തിൽ രാവൽ കാവൽക്കാരനായിരിക്കുന്നതാണ് എനിക്ക് പ്രയോജനം. പ്രൈസ് ഗോഡ്. ദൈവസന്നിധിയിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണ്. ഇത് ഉള്ളിലുണ്ടാവും. ഇന്ന് ഇത് കേട്ടിട്ടും ഇതെന്തൊക്കെ ഈ പറയുന്നതെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാകണം, എന്നിട്ട് ഇവിടുന്ന് പോകാവൂ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാം. ദൈവസന്നിധി ഒരു തീക്ഷ്ണമായ ഒരനുഭവം ഉണ്ടെങ്കിൽ ഈ ദൈവം തീക്ഷ്ണമായി നിനക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കും. അവസാന നിമിഷം വരെയും വഴി തുറന്നില്ലെന്ന് കണ്ടാലും, അവസാന നിമിഷം വരെയും വാതിൽ അടഞ്ഞു കിടക്കുന്നെന്ന് കണ്ടാലും, അവസാന നിമിഷം വരെയും കൈകാലുകൾ ബന്ധിക്കപ്പെട്ടെന്ന് പറഞ്ഞാലും, ആ അവസാന നിമിഷത്തിൽ ഭൂകമ്പം ഉണ്ടാകും. ആ കാരാഗ്രഹ അടിസ്ഥാനങ്ങൾ കുലുങ്ങും, വാതിലുകൾ തുറക്കും, ചങ്ങലകൾ പൊട്ടും, നിന്റെ തലമുറയും നീയും സ്വതന്ത്രമാകും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സ്വാതന്ത്ര്യം ഞാൻ കൽപ്പിക്കുകയാണ്. ആമേൻ. അങ്ങനെ വരുമ്പോൾ എന്ത് കണ്ടാലും നിന്റെ മനസ്സിടിയത്തില്ല, അത് ദൈവത്തെങ്കിലേക്ക് ഉയരും. പ്രൈസ് ഗോഡ്. ചുറ്റും നോക്കിയാൽ ആമേൻ ഒന്നെല്ലാം മനസ്സ് മടിപ്പിക്കുന്നത് ഞാൻ സമ്മതിച്ചെന്ന്. പ്രൈസ് ഗോഡ്. നീ കിടക്കുന്നത് അകത്തെ തടവിലാണ്, ശരിയാണ്. മനസ്സ് മടിപ്പിക്കുന്ന സ്ഥലത്താണ്. മുമ്പിൽ എല്ലാ വാതിലും അടഞ്ഞിരിക്കുകയാണ്, ശരിയാണ്. മനസ്സ് മടിപ്പിക്കുന്ന അനുഭവമാണ്. എല്ലാവരുടെയും കൈകാലുകൾ ചങ്ങലയിട്ട് ബന്ധിച്ചിരിക്കുകയാണ്, മനസ്സ് മടിപ്പിക്കുന്ന അനുഭവമാണ്. മാത്രമല്ല കാല് പ്രത്യേകം ആമത്തിലിട്ട് പൂട്ടിയിരിക്കുകയാണ്, മനസ്സ് മടിപ്പിക്കുന്ന അനുഭവമാണ്. പക്ഷെ നിന്റെ വായ സ്വതന്ത്രമാണോ? നാവ് സ്വതന്ത്രമാണോ? നാവെടുത്ത് സ്തുതിക്ക്, കൈയടിച്ച് ആരാധിക്ക്. നിന്റെ ചങ്ങല പൊട്ടും, ബന്ധന വഴിയും, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങും, വാതിലുകൾ തുറക്കും. ഇന്ന് പകൽക്കാലം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പൊട്ട് 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 പൊട്ട്. ചില വാതിലുകൾ തുറക്കട്ടെ യേശുവിന്റെ നാമത്തില്. മടുപ്പ് പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. മടുപ്പ് പോകട്ടെ. ആരാധനകളുടെ മടുപ്പ് പോകട്ടെ. പ്രാർത്ഥനകളുടെ മടുപ്പ് പോകട്ടെ. ഉപവാസത്തിലുള്ള മടുപ്പ് പോകട്ടെ. ആമേൻ. ദൈവികമായ വിഷയങ്ങളിലുള്ള മടുപ്പുകൾ യേശുവിന്റെ നാമത്തിൽ പോകട്ടെ. ആമേൻ. ഈ ഗുണം പിടിക്കാനുള്ളവനും ഗുണം പിടിക്കാത്തതിനുള്ള വ്യത്യാസം പറഞ്ഞുതരാം. പണ്ടൊരിക്കലൊരു മീറ്റിങ്ങിന് ഞാൻ ഒരാളെ നിർബന്ധിച്ച് വഴക്ക് പറഞ്ഞ് കൊണ്ടുവന്നു. പ്രൈസ് കോഡ്. ഞാൻ വഴക്ക് പറഞ്ഞത് മറ്റാളെ വിളിച്ചുകൊണ്ടുവരാനാണ്. അദ്ദേഹം പോയി വഴക്ക് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നു. പ്രൈസ് കോഡ്. ഹല്ലേലൂയ. വന്നു. ദൈവാത്മാവ് ശക്തിയോടെ ചില കാര്യങ്ങൾ ഇടപെട്ടു. അവസാനം ഞാനും പറഞ്ഞു ഇത് ശരിയാവത്തില്ലെന്ന് പറഞ്ഞു. പോകാൻ നേരത്ത് പുള്ളി പറഞ്ഞറിയാം, ഇതിനാണോ എന്നെ വിളിച്ചുകൊണ്ട് വന്നതെന്ന്. പോകാൻ നേരത്ത് ചോദിക്കുക, കൊണ്ടുവന്നാളോട് ചോദിക്കുക, ഇതിനാണോ എന്നെ വിളിച്ചുകൊണ്ട് വന്നതെന്ന്, ഈ വഴക്ക് കേൾപ്പിക്കാനാണോ എന്ന്. ഗുണം പിടിക്കാനുള്ളവൻ എന്ത് ചെയ്യുന്നറിയാമോ? എൻ്റെ തമ്പുരാനെ,
ഇന്ന് എൻ്റെ കുറവെനിക്ക് മനസ്സിലായല്ലോ, ഇന്ന് മുതൽ ഞാൻ കുറവ് ഏറ്റെടുക്കുന്നു, ഇവിടെ വെച്ച് ഞാൻ രക്ഷപ്പെടും, ഇന്ന് രക്ഷപ്പെടും. അങ്ങനെ ഒരു മനോഭാവത്തോടെ ദൈവസന്നിധിയിൽ ഏറ്റെടുക്കാം. മനസ്സുണ്ടെങ്കിൽ ഏറ്റെടുക്കുക, മനസ്സുണ്ടെങ്കിൽ ഏറ്റെടുക്കുക, മനസ്സുണ്ടെങ്കിൽ, നല്ല മനസ്സുണ്ടെങ്കിൽ ഏറ്റെടുക്കുക. നിനക്ക് വിടുതൽ കിട്ടാൻ, നിന്റെ കുടുംബത്തിന് വിടുതൽ കിട്ടാൻ, നിന്റെ തലമുറയ്ക്ക് വിടുതൽ കിട്ടാൻ, നിന്റെ സമ്പത്തിന് വിടുതൽ കിട്ടാൻ, നിന്റെ ആരോഗ്യത്തിന് വിടുതൽ കിട്ടാൻ, നിന്റെ ശുശ്രൂഷയ്ക്ക് വിടുതൽ കിട്ടാൻ. മനസ്സിലായോ? ദൈവദാസന്മാർ നിന്നോട് സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ കൺവെൻഷൻ വേദിയിലായിരിക്കും, ഒരുപക്ഷെ പ്രൈസ് ഒരു ഉപവാസ പ്രാർത്ഥനയിലായിരിക്കും, ഒരുപക്ഷെ ഒരു ആരാധനയിലായിരിക്കും, അല്ല ഒരുപക്ഷെ ചിലപ്പോൾ TV കൂടെ ആയിരിക്കും, ചിലപ്പോൾ റേഡിയോയിൽ കൂടെ ആയിരിക്കും. ദൈവദാസന്മാരുടെ ശബ്ദം കേൾക്കുമ്പം നിന്നോടാണെന്ന് മനസ്സിലാക്കിയാൽ നീ ജയിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതിന് പകരം ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരു സഹോദരൻ, ഇന്നലെ ഞങ്ങളൊരു പറയുകയായിരുന്നു, ഒരു സഹോദരനെ കൊണ്ടൊരു കൺവെൻഷന് പോയി. ആ കൺവെൻഷൻ നടത്തുന്നവർക്കും എനിക്കും പരിചയമുള്ള സഹോദരനാണ്, കുമ്പനാടാണ്. കൺവെൻഷന് പോയി. ആ കൺവെൻഷൻ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പം ഞാനിങ്ങനെ പ്രസംഗത്തിലൊരു കാര്യം പറഞ്ഞു. നാളെ പ്രൈസ് ഗോഡ് തോർത്തും കടലയൊന്നും കൊടുക്കുന്നതല്ല വിഷയം, ആത്മാക്കളുടെ രക്ഷയാണ് വിഷയം. പ്രൈസ് ഗോഡ്. എനിക്കറിയത്തില്ലായിരുന്നു പിറ്റേ ദിവസം അവിടെ തോർത്തും കടലയും കൊടുക്കാനുണ്ടായിരുന്നു. ഈ കൊണ്ടുപോയ ആളോട് അത് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, താൻ എന്തിനാ ഈ പാസ്റ്റർ ഇത് പറഞ്ഞു കൊടുത്തെന്ന് ചോദിച്ചു. പ്രൈസ് ഗോഡ്. എൻ്റെ ദൈവമേ, സത്യം പറഞ്ഞാൽ അത് ഏറ്റെടുക്കാനല്ല, താൻ എന്തിനാ പറഞ്ഞു കൊടുത്തെന്ന് ചോദിച്ച് വഴക്കുണ്ടാക്കാനാണ് ചിലരുടെ താല്പര്യം. പ്രൈസ് ഗോഡ്. ചിലർ ചോദിക്കുന്നത്, ആരാ ഇത് പറഞ്ഞു കൊടുത്തേ? ദൈവമക്കളെ, ആരും പറഞ്ഞു കൊടുക്കണ്ട. നിന്നെ കറക്റ്റ് ചെയ്യാൻ, നിൻ്റെ ജീവിതത്തിന് അഭിവൃദ്ധി തരാൻ, നിൻ്റെ ജീവിതത്തിൽ സന്തോഷം തരാൻ, നിൻ്റെ ജീവിതത്തിൽ സമാധാനം തരാൻ ദൈവം നിന്നോട് സംസാരിക്കുകയാണെന്നങ്ങ് ഏറ്റെടുത്താൽ എന്നാ കുഴപ്പം? പ്രൈസ് ഗോഡ്. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ഒരു ഭാഗത്ത് ഇത് വ്യക്തമായി എഴുതിയിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഇയ്യോബിൻ്റെ പുസ്തകം 30-ാം അധ്യായം 36-ാം അധ്യായം. ഇയ്യോബിൻ്റെ പുസ്തകം 36-ാം അധ്യായം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ. അവർ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടു. അവർ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കഷ്ടതയുടെ പാശങ്ങളാൽ പിടിക്കപ്പെട്ടാൽ, കഷ്ടതയുടെ പാശങ്ങളാൽ പിടിക്കപ്പെട്ടാൽ, എന്നാൽ മൊത്തത്തിൽ കഷ്ടപ്പെട്ടാൽ അവൻ അവർക്ക് അവരുടെ പ്രവൃത്തിയും അഹങ്കരിച്ചു പോയ ലംഘനങ്ങളും കാണിച്ചു കൊടുക്കും. അവൻ അവർക്ക് അവരുടെ പ്രവൃത്തിയും അഹങ്കരിച്ചു പോയ ലംഘനങ്ങളും കാണിച്ചു കൊടുക്കും. എന്നിട്ട് അവൻ അവരുടെ ചെവി പ്രബോധനത്തിന് തുറക്കുന്നു. അവൻ അവരുടെ ചെവി പ്രബോധനത്തിന് തുറക്കുന്നു. അവർ നീതികേട് വിട്ടുതിരിവാൻ കൽപ്പിക്കുന്നു. അവർ നീതികേട് വിട്ടുപിരിവാൻ കൽപ്പിക്കുന്നു. അവർ കേട്ടനുസരിച്ച് അവനെ സേവിച്ചാൽ തങ്ങളുടെ നാളുകളെ ഭാഗ്യത്തിലും ആണ്ടുകളെ ആനന്ദത്തിലും കഴിച്ചുകൂട്ടും. തങ്ങളുടെ നാളുകളെ ഭാഗ്യത്തിലും ആനന്ദത്തിലും കഴിച്ചുകൂട്ടും. എന്ത് ചെയ്താൽ? കേട്ട് വിശ്വസിച്ച് ഗ്രഹിച്ച് അനുസരിച്ച് ഏറ്റെടുത്താൽ. മനസ്സിലായോ? ഇല്ലെങ്കിൽ അടുത്ത വാക്യം. കേൾക്കുന്നില്ലെങ്കിലോ അവർ വാളാൽ നശിക്കും. അവർ വാളാൽ നശിക്കും. ബുദ്ധിമോശത്താൽ മരിച്ചു പോകും. ബുദ്ധിമോശത്താൽ മരിച്ചു പോകും. യോബ് വ്യക്തമായി പറയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ കുറവുകളെ തൊട്ട് സംസാരിച്ചാൽ ശ്രദ്ധിച്ചിരുന്നോണം. ഇനി അടുത്തതും കൂടെ വരട്ടെ, അടുത്തതും കൂടെ വരട്ടെ, അടുത്തതും കൂടെ വരട്ടെ, എന്നിട്ട് കറക്റ്റ് ചെയ്യണം. അങ്ങനെ കറക്റ്റ് ചെയ്താൽ നിൻ്റെ നാളുകളെ നീ ഭാഗ്യത്തിലും ആനന്ദത്തിലും കഴിച്ചുകൂട്ടും. ഏതായാലും 40 വർഷത്തെ വിശ്വാസത്തിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം. മനുഷ്യന് ഈ ലോകത്ത് സന്തോഷമായിട്ട് ജീവിക്കാൻ പെന്തിക്കോസ്തിൻ്റെ മാർഗവും പെന്തിക്കോസ്തിൻ്റെ ഉപദേശത്തിനും അപ്പുറത്ത് ഇന്ന് വരെ വേറെ ഒരു മാർഗവും ഒരു ഉപദേശവും ഞാൻ കണ്ടിട്ടില്ല. സാമാന്യ വിദ്യാഭ്യാസം എനിക്കുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിയും. ആ അനുഭവത്തിൽ ഞാൻ പറയുന്നു, ഇത്ര ശ്രേഷ്ഠമായ ഒരു മാർഗം ബുദ്ധിക്കും യുക്തിക്കും ഭക്തിക്കും ഒരുപോലെ മതിയായ ഇത്ര ശ്രേഷ്ഠമായൊരു മാർഗം വേറെ ഇല്ല, ഇല്ല, ഇല്ല. ഈ ഉറപ്പ് നമുക്ക് വേണം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അപ്പം ഈ ഒരു ഉറപ്പ് നമുക്കുണ്ടാകണം. നമ്മെ നേർവഴിക്ക് നടത്തുന്ന ദൈവം പ്രൈസ് ഗോഡ് നേരുള്ളവനാണ്, നല്ലവനാണ്. പ്രൈസ് ഗോഡ്. ഇനി 7ാമത്തെ നിശ്ചയം 9-ാം വാക്യം. സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു. സൗമ്യതയുള്ളവരെ ന്യായത്തിൽ നടത്തുന്നു. സൗമ്യതയുടെ നേരെ ഓപ്പോസിറ്റ് എന്നാണെന്നറിയാമോ? അഹങ്കാരം.
എന്നെ കഴിഞ്ഞിട്ടേ, എനിക്കറിയാത്ത വല്ലതും ഉണ്ടോ, എന്നെ കഴിഞ്ഞിട്ടേ ഉള്ളൂ, മിണ്ടാതിരി. ഈ ചിന്തകൾ മനസ്സ് വരുന്നതാണ് അഹങ്കാരം. അവർക്ക് വേറെ ആര് പറഞ്ഞു കൊടുത്താലും എടുക്കാൻ പറ്റുകയില്ല. കറക്ഷൻ വന്നാൽ അവരപ്പം പുറകാലിനടിക്കും. പ്രൈസ് ഗോഡ്. അഹങ്കാരത്തിൻ്റെ ലക്ഷണം അതാണ്, കറക്ഷൻ ഏറ്റെടുക്കുകയില്ല. പ്രൈസ് ഗോഡ്. എന്നാൽ ദൈവവചനം പറയുന്നു, സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു. 7-ാമത്തെ നിശ്ചയം. 8-ാമത്തെ നിശ്ചയം വായിച്ചോ വാക്യം. സൗമ്യതയുള്ളവർക്ക് തന്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പോൾ ദൈവത്തിന് സൗമ്യതയോടെ നമ്മൾ ദൈവത്തെ അഹങ്കാരമില്ലാതെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് സേവിച്ചാൽ നമ്മളെ ദൈവം പഠിപ്പിച്ചു തരും. ഇങ്ങനെയാണ് മോനെ, അങ്ങനെയാണ് മോളെ, പഠിപ്പിച്ചു തരും. പ്രൈസ് ഗോഡ്. 9-ാമത്തെ നിശ്ചയം 10-ാം വാക്യം. യഹോവയുടെ നിയമവും സാക്ഷ്യങ്ങളും പ്രമാണിക്കുന്നവർക്ക് അവന്റെ പാതകളൊക്കെയും ദയയും സത്യവുമാകുന്നു. ആമീൻ. അവൻ്റെ പാതകളൊക്കെയും നമ്മൾ ചിന്തിച്ചതാണ്. ദൈവത്തെ സ്തോത്രം. ഹല്ലേലൂയ. 10-ാമത്തേത് 11-ാം വാക്യം. യഹോവേ, എന്റെ അകൃത്യം വലിയത്, നിന്റെ നാമം നിമിത്തം അത് ക്ഷമിക്കണമേ. എൻ്റെ അകൃത്യം വലിയത് നിശ്ചയമാണ്, അത് നമ്മൾ ചിന്തിച്ചതാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 12-ാം വാക്യം. യഹോവ ഭക്തനായ പുരുഷനാർ, അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കും. അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കും. പ്രൈസ് ഗോഡ്. ദൈവത്തിൽ ഭക്തിയോടെ ഇരുന്നാൽ നീ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. നീ മനഃപൂർവ്വം ശ്രമിച്ചാലും ദൈവഭയത്തിലും ദൈവഭക്തിയിലും ആണെങ്കിൽ പ്രൈസ് ഗോഡ് നിനക്ക് വഴി കാണിച്ചു തരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇനി 13-ാം വാക്യം. അവൻ സുഖത്തോടെ വസിക്കും. അടുത്ത നിശ്ചയം, ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്നവനാണ് സുഖത്തോടെ വസിക്കുന്നത്. ബാക്കിയുള്ളവനൊക്കെ സുഖമുണ്ടെന്ന് തോന്നും, പക്ഷെ ഒരു സുഖവുമില്ല, ഒരു സന്തോഷവുമില്ല, ഒരു സമാധാനവുമില്ല. ദൈവത്തെ സന്നിധിയിൽ വസിക്കുന്നവൻ സുഖത്തോടെ വസിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അടുത്തത്, അവന്റെ സന്തതി ദേശത്തെ അവകാശമാക്കും. 13-ാമത്തെ നിശ്ചയം, അവൻ്റെ സന്തതി ദേശത്തെ അവകാശമാക്കും. ദൈവമക്കളെ, നമ്മുടെ സന്തതി, നമ്മുടെ സ്വന്തം മക്കൾ അവകാശമാക്കുമെന്നൊരു ഉറപ്പ് നമുക്കുണ്ടാകണം. ഇന്ന് മക്കളെ ചിന്തിച്ച്, മക്കളെ നോക്കിക്കൊണ്ട് എത്ര പേർക്ക് പറയാൻ പറ്റും, എൻ്റെ മക്കൾ അവകാശമാക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആ നിശ്ചയം ഉണ്ടാകണം. അതാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത്. അടുത്തത് ദൈവ സ്തോത്രം. 14-ാം വാക്യം. യഹോവയുടെ സഖിത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും. യഹോവയുടെ സഹിത്യം തൻ്റെ ഭക്തന്മാർക്ക് ഉണ്ടാകും. 14-ാമത്തെ നിശ്ചയം, ദൈവത്തെ ഭയപ്പെടുന്നവൻ, അവന് ദൈവത്തിൻ്റെ സഖിത്വമുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അടുത്തത്, അവൻ തന്റെ നിയമം അവരെ അറിയിക്കുന്നു. അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കുന്നു. പ്രൈസ് ഗോഡ്. 15-ാമത്തെ വിഷയം, അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കുന്നു. എല്ലാവരും അവനവനൊന്നും അറിയിക്കത്തില്ല. ഇന്ന് പകല ദൈവത്തിൻ്റെ നിയമം നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ നിനക്ക് ദൈവത്തെ പേടിയുള്ളതുകൊണ്ടാണ്, അല്പമെങ്കിലും പേടിയുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഏറ്റെടുത്തോണം. പ്രൈസ് ഗോഡ്. 16-ാമത്തെ വിഷയം 15-ാം വാക്യം. എന്റെ കണ്ണ് എപ്പോഴും യഹോവയിങ്കിലേക്കാകുന്നു, അവൻ എൻ്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. അവൻ എൻ്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിശ്ചയം 16, 17. അടുത്തത്, എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കരുണയുണ്ടാകണമേ, ഞാൻ ഏകാകിയും അരിഷ്ടനുമാകുന്നു. എനിക്ക് ഞാൻ ഏകാകിയും അരിഷ്ടനുമാകുന്നു. 17-ാമത്തെ അറിവ്. 18-ാമത്തെ അറിവ്. എനിക്ക് മനപീഡകൾ വർദ്ധിച്ചിരിക്കുന്നു. 19-ാം വാക്യം. 19-ാം വാക്യം. എൻ്റെ ശത്രുക്കളെ നോക്കണമേ, അവർ പെരുകിയിരിക്കുന്നു. പ്രൈസ് ഗോഡ്. എനിക്ക് മനപീഡകൾ വർദ്ധിച്ചിരിക്കുന്നു. 18-ാമത്തെ അറിവ്, എനിക്ക് ഒരു സുഖവുമില്ല ആകപ്പാടെ. ചില പറയാം, എനിക്ക് ആകപ്പാടെ ഒരു സുഖവുമില്ല. അതിൻ്റെ അർത്ഥം എന്തെങ്കിലും പരിഹാരം കാണണം. ആദ്യം മനസ്സിലാക്കണം, ഈ പോക്ക് പോയാൽ ശരിയാവത്തില്ല. എവിടെയെങ്കിലും കറക്ഷൻ എടുത്ത് ശരിയാക്കി എടുക്കണം. പ്രൈസ് ഗോഡ്. 19-ാമത്തെ അറിവ് 19-ാം വാക്യം. എൻ്റെ ശത്രുക്കളെ നോക്കണമേ, അവർ പെരുകിയിരിക്കുന്നു, അവർ കഠിന ദ്വേഷത്തോടെ എന്നെ ദ്വേഷിക്കുന്നു. ശത്രു പെരുകിയിരിക്കുന്നു, കഠിന ദ്വേഷത്തോടെ എന്നെ ദ്വേഷിക്കുന്നു. ഈ 19-ാമത്തെ അറിവ് കഴിഞ്ഞപ്പം സങ്കീർത്തനക്കാരന് മനസ്സിലായി, പ്രാർത്ഥന കൊണ്ട് മാത്രമേ രക്ഷപ്പെടൂ. പ്രൈസ് ഗോഡ്. ഞാനൊരു സത്യം നിങ്ങളോട് പറയാം, സകല വിഷയങ്ങൾക്കും നമുക്ക് വിടുതൽ കിട്ടണമെങ്കിൽ ദൈവസന്നിധിയിൽ അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മേടിച്ചോണം. അതുകൊണ്ട് മാത്രമേ രക്ഷപ്പെടൂ. അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് 15 വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത്. അത് എണ്ണി പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറയും. 1-ാമത്തെ പ്രാർത്ഥന, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 2-ാം വാക്യം. എൻ്റെ ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു, ഞാൻ ലജ്ജിച്ചു പോകരുതേ. ഞാൻ ലജ്ജിച്ചു പോകരുതേ. 2-ാമത്തെ പ്രാർത്ഥന 4-ാം വാക്യം. യഹോവേ, നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ. നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ. 3-ാമത്തെ പ്രാർത്ഥന, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നവർക്ക് ഞാൻ ഈ പ്രസംഗിച്ചത് ഇത്രയും കാര്യം കേൾക്കുള്ളൂ കേട്ടോ.
ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ നിൻ്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിൻ്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ, ഞാൻ അതിൽ നടക്കും. പ്രൈസ് ഗോഡ്. അടുത്ത വാക്യം, 5-ാം വാക്യം. നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. ഞാൻ എനിക്ക് തോന്നിയ വഴിക്കല്ല, നിന്റെ സത്യത്തിൽ നടത്തി എന്നെ പഠിപ്പിക്കണമേ. 4-ാമത്തെ പ്രാർത്ഥന. 5-ാമത്തെ പ്രാർത്ഥന, 6-ാം വാക്യം. യഹോവേ നിന്റെ കരുണയും ദയയും ഓർക്കണമേ. നിന്റെ കരുണയും ദയയും ഓർക്കണമേ. പ്രൈസ് ഗോഡ്. 6-ാമത്തെ പ്രാർത്ഥന, 7-ാം വാക്യം. എന്റെ ബാല്യത്തിലെ പാപങ്ങളെയും എന്റെ ലംഘനങ്ങളെയും ഓർക്കരുതേ. എൻ്റെ ബാല്യത്തിലെ പാപങ്ങളെയും ലംഘനങ്ങളെയും ഓർക്കരുതേ. 7-ാമത്തേത് അടുത്തതിന്. യഹോവേ നിന്റെ കൃപപ്രകാരം നിന്റെ ദയ നിമിത്തം എന്നെ ഓർക്കണമേ. നിന്റെ കൃപപ്രകാരം നിന്റെ ദയ നിമിത്തം എന്നെ ഓർക്കണമേ. പ്രൈസ് ഗോഡ്. ഇനി 8-ാമത്തെ അടുത്ത 8-ാമത്തെ പ്രാർത്ഥന. പ്രൈസ് ഗോഡ്. 10-ാം വാക്യം. യഹോവയുടെ നിയമവും സാക്ഷ്യങ്ങളും പ്രമാണിക്കുന്നവർക്ക് അവന്റെ പാതകളൊക്കെയും ദയയും സത്യവുമാകുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 11-ാം വാക്യം. യഹോവേ എന്റെ അകൃത്യം വലിയത്, നിന്റെ നാമം നിമിത്തം അത് ക്ഷമിക്കണമേ. എന്നോട് ക്ഷമിക്കണമേ. 8-ാമത്തെ പ്രാർത്ഥന. 9-ാമത്തെ പ്രാർത്ഥന, 17-ാം വാക്യം. എനിക്ക് മനപീഡകൾ വർദ്ധിച്ചിരിക്കുന്നു, എന്റെ സങ്കടങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ആഗ്രഹമില്ലേ? എൻ്റെ സങ്കടങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. പ്രൈസ് ഗോഡ്. 10-ാമത്തെ പ്രാർത്ഥന, 18-ാം വാക്യം. എന്റെ അരിഷ്ടതയും അതിവേദനയും നോക്കണമേ, എന്റെ സകല പാപങ്ങളും ക്ഷമിക്കണമേ. എൻ്റെ അരിഷ്ടതയും അതിവേദനയും നോക്കണമേ. 11-ാമത്തെ വിഷയം, എൻ്റെ സകല പാപങ്ങളും ക്ഷമിക്കണമേ. 20-ാം വാക്യം. എന്റെ പ്രാണനെ കാത്ത് എന്നെ വിടുവിക്കണമേ. എൻ്റെ പ്രാണനെ കാത്ത് എന്നെ വിടുവിക്കണമേ. 13-ാമത്തെ പ്രാർത്ഥന, അടുത്ത വാക്യം. നിന്നെ ശരണമാക്കിയിരിക്കയാൽ ഞാൻ ലജ്ജിച്ചു പോകരുതേ. 14-ാമത് പറയുന്നു, ഞാൻ ലജ്ജിച്ചു പോകരുതേ. പ്രൈസ് ഗോഡ്. 22-ാം വാക്യം. ദൈവമേ ഇസ്രായേലിനെ അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും വീണ്ടെടുക്കണമേ. ദൈവമേ ഇസ്രായേലിനെ അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും വീണ്ടെടുക്കണമേ. പ്രൈസ് ഗോഡ്. എന്നെ മാത്രമല്ല, എൻ്റെ പ്രിയപ്പെട്ടവരെ മുഴുവൻ എല്ലാ കഷ്ടങ്ങളിൽ നിന്നും വീണ്ടെടുക്കണമേ. ഇന്ന് പകല് പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കാൻ ഹല്ലേലൂയ ദൈവത്തിന് മാത്രമേ കഴിയൂ. നിങ്ങളുടെ അവസ്ഥയ്ക്ക് ഭേദം വരുത്താൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. നമ്മൾ ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിച്ച് സഹകരിച്ച് മനസ്സ് ഉയർത്തി കർത്താവിൽ ആശ്രയിച്ച് കഴിയുമ്പോൾ ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ, കർത്താവേ നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം. എൻ്റെ കുടുംബജീവിതത്തിൽ, എൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ, എൻ്റെ തലമുറയുടെ വിഷയത്തിൽ, എൻ്റെ ബിസിനസ്സിൻ്റെയും ജോലിയുടെയും വിഷയത്തിൽ സങ്കടങ്ങൾ പെരുകിയിരിക്കുന്നു, പീഡകൾ വർദ്ധിച്ചിരിക്കുന്നു, ശത്രു എന്നെ വളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നീ മാത്രമേ ഉള്ളൂ. ഏതൊക്കെ വിഷയത്തിൽ? നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയം ഒന്ന് ആലോചിച്ച് നോക്കി. ദൈവത്തിനല്ലാതെ വിടിവിപ്പിക്കാൻ കഴിയത്തില്ലെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ സാമ്പത്തിക വിഷയങ്ങളൊന്ന് ആലോചിച്ച് ദൈവത്തിനല്ലാതെ ഇതിൽ നിന്ന് വിടിവിക്കാൻ കഴിയത്തില്ലെന്ന് തോന്നുന്നുണ്ടോ? പ്രൈസ് ഗോഡ്. ആരോഗ്യ വിഷയമൊന്ന് ആലോചിക്ക്. ഡോക്ടർമാർക്ക്, മരുന്നുകൾക്ക്, മെഡിക്കൽ കോളേജിന്, സ്പെഷ്യലിസ്റ്റുകൾക്ക് പറ്റത്തില്ല. കർത്താവേ യേശുവിന് മാത്രമേ സാധിക്കൂ തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ആത്മീയ വിഷയങ്ങൾക്ക് ഒരു മനുഷ്യനും സാധ്യമല്ല യേശുവിനല്ലാതെ എന്നെ ഒന്ന് പുഷ്ടിപ്പെടുത്താൻ തോന്നുന്നുണ്ടോ? അനങ്ങുന്നില്ല. ഞാൻ ആദ്യം തൊട്ട് ചോദിക്കാൻ പോവുക. എൻ്റെ തലമുറയുടെ വിഷയത്തിന് ദൈവമല്ലാതെ വേറെ ആര് പ്രവർത്തിച്ചാലും സാധിക്കത്തില്ല. എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹം പ്രാപിക്കാൻ, എൻ്റെ കുഞ്ഞുങ്ങൾ ഐശ്വര്യം പ്രാപിക്കാൻ, എൻ്റെ കുഞ്ഞുങ്ങൾ നന്മ പ്രാപിക്കാൻ, അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടാൻ ദൈവമല്ലാതെ വേറെ ആര് നോക്കിയാലും നടക്കത്തില്ലെന്ന് ഉറപ്പുള്ളവർക്ക് ഒരു സ്തോത്രം പറയാം. അടുത്തത് സാമ്പത്തിക വിഷയം. ഞാൻ എത്ര പരിശ്രമിച്ചാലും, നമ്മൾ കേട്ടു പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് പ്രവേശിക്കുക, പക്ഷെ ഞാൻ എത്ര പരിശ്രമിച്ചാലും ദൈവമല്ലാതെ വേറെ ആരും സഹായിക്കാനില്ല. എൻ്റെ യേശു കരം വെച്ചാൽ മാത്രമേ ഞാൻ സാമ്പത്തികമായി അടുത്ത വർഷം രക്ഷപ്പെടൂ എന്ന് തോന്നുന്നെങ്കിൽ ഒരു സ്തോത്രം പറയാം. എൻ്റെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടാൻ ഏറ്റവും ഉന്നതമായ നിലവാരത്തിൽ മറ്റുള്ളവർക്ക് അസൂയ തോന്നത്തക്കവണ്ണം അവൻ ഇസ്ഹാക്ക് ദേശത്ത് വിതച്ചു, 100 മേനി വിളവ് കിട്ടി. അവന് വളരെ ദാസിദാസന്മാരും ആടുമാടുകളും ഉണ്ടായി. ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൽ വായിക്കുന്നു. അങ്ങനെ മറ്റുള്ളവർക്ക് എന്നോട് അസൂയ തോന്നത്തക്കവണ്ണം കർത്താവേ എനിക്കൊരു വർധന ഉണ്ടാകാൻ ദൈവമല്ലാതെ
വേറെ ആര് പ്രവർത്തിച്ചാലും സാധ്യമല്ല. കാലാവസ്ഥ അനുകൂലമല്ല, മറ്റുള്ളവർ അനുകൂലമല്ല, ഒന്നും എനിക്ക് അനുകൂലമല്ല. എന്നാൽ നീ മാത്രം എനിക്ക് അനുകൂലമായാൽ എൻ്റെ വിഷയത്തിന് മാറ്റം വരും. എത്ര പേർക്കത് ഇന്ന് മനസ്സിലാക്കി ദൈവത്തോട് പറയാൻ സാധിക്കും? നിങ്ങളുടെ കാലം ഉയർത്തിപ്പിടിച്ചാട്ട് ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ പ്രൈസ് ഗോഡ് ഒരു പൂർണ്ണ സമർപ്പണം, ദൈവത്തിനല്ലാതെ എന്നെ വിടുവിക്കാൻ വേറെ ഒരു ശക്തിക്കും കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ പൂർണ്ണമായി നിന്നിൽ ആശ്രയിക്കുന്നു പറഞ്ഞ് സമർപ്പിക്കാം. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യഹോവ റാഫ ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ ശാഫ സൗഖ്യദായകൻ, പ്രീണരാൽ സൗഖ്യം. യഹോവ ശമ്മ കൂടെയിരിക്കും, നൽകുമെൻ ആവശ്യങ്ങൾ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യഹോവ എലോഹി സൃഷ്ടാവാം ദൈവം, നിൻ വചനത്താൽ ഉളവായെല്ലാം. യഹോവ നീയോ അത്യുന്നതൻ, നീ നിന്നെപ്പോലെ മറ്റാരുമില്ല. യഹോവ ശാലോം, എൻ സമാധാനം നൽകി നിൽ ശാന്തി എന്നിൽ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.